നമ്മളിന്ന് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലിമെന്റ്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് വരാൻ നല്ല രീതിയിൽ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ത്രൂ ഔട്ട് ദ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിട്ടുണ്ട്, ഡി ആൻഡ് എഫ് ബ്ലോക്കിന്റെ വൺ ഷോട്ട് പഠിച്ചു, ഫുൾ കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പഠിച്ചു. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കി ഇങ്ങനെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യും, ഇങ്ങനെ നിങ്ങൾ നോക്കി പുഞ്ചിരി തൂകിയിരിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലിമെന്റ്സ്. എന്താണ് ഡി ബ്ലോക്ക് എലിമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഒരുപാട് വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരു മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. നമുക്കറിയാം ഒരു എലമെന്റ് ഡി ബ്ലോക്ക് എലമെന്റ് ആവണമെങ്കിൽ അവന്റെ ഇലക്ട്രോൺസ് എവിടെയാ ഫില്ല് ചെയ്യേണ്ടത്, ഡി സബ് ഷെല്ലിലാണ് ഫില്ല് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ പറയും ഡി സബ് ഷെൽ, അല്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് ഷെൽ എന്നാ പറയാം, N-1 ഷെൽ, ദാറ്റ് ഇസ് പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് നിറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെ. ഇലക്ട്രോൺസ് പോയിട്ട് ഫില്ല് ആവുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് അല്ലെ. എസിനും പിനും ആണെങ്കിൽ വാലൻസ് ഷെല്ലിലാണ്, ഡിക്ക് ആണെങ്കിൽ പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്, എഫിനാണെങ്കിൽ എവിടെയായിരുന്നു, ആന്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. ഇനി N-1 നമുക്കറിയാം ഡി ഓർബിറ്റൽസിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊള്ളിക്കാൻ പറ്റും, 10 ഇലക്ട്രോൺസ് കൊള്ളിക്കാൻ പറ്റും. അപ്പൊ D1 to 10 എന്നുള്ള രീതിയിലാണ് പെനൾട്ടിമേറ്റ് ഷെല്ലിൽ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് എന്ന് അറിയുന്നത്. പിന്നെ പുറത്തെങ്ങനെയാ, NSൽ എന്ത് വരും, ഇലക്ട്രോൺസ് വരും അല്ലെ. NSൽ 1 to 2 എന്നുള്ള കണക്കിന് ഇലക്ട്രോൺസ് വരും. അങ്ങനെയാണ് ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലിമെന്റ്സ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഈ എന്നിന്റെ വാല്യൂ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കറിയാം N=4 മുതൽ 7 വരെയാണ് എന്ത് വരുന്നത്, നമ്മുടെ ഡി ബ്ലോക്ക് എലിമെന്റ്സ് വരുന്നത്. അത് ഒന്നെന്ത് ചെയ്യുക, സ്പെസിഫൈ ചെയ്തൊന്ന് വെക്കുക. ഓക്കെ, ഇതാണ് അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നമ്മളുടെ അടുത്ത് എക്സാമിന് ചോദിക്കാം, ഈ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് എക്സെപ്ഷൻ കാണിക്കുന്ന ഒരാളുണ്ട്. അതായത് ഒരാള് ഡി ബ്ലോക്ക് എലിമെന്റ് ആണ്, പക്ഷെ അവൻ എന്താണ്, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്നില്ല, അവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡിഫറെന്റ് ആണ്. അപ്പൊ കെമിസ്ട്രി ഈസ് ഓൾ അബൌട്ട് എക്സെപ്ഷൻസ് അല്ലെ. അപ്പൊ നമുക്കറിയാം അത് ആരാണ്, പലേഡിയം ആണ്. അതിന് എന്താണ്, എക്സെപ്ഷൻ കാണിക്കുന്ന ആള്. പലേഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരുന്നത്, 4Dയിൽ 10 ഇലക്ട്രോൺസ് വരുന്നുണ്ട്, 5sൽ എത്രയാ വരുന്നത്, 0 ആണ് വരുന്നത്. പലേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അറ്റോമിക് നമ്പർ എത്രയാ വരുന്നതെന്ന് അറിയോ, 47 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. ഓക്കെ, 47 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. അപ്പൊ 47 അല്ല 46 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. പലേഡിയം ഇസ് അറ്റോമിക് നമ്പർ 46. ക്രിപ്റ്റൺ എന്ന് പറയുമ്പോൾ 36 ആണ്. 36ന്റെ കൂടെ 10 ഇലക്ട്രോൺ കൂട്ടിക്കഴിഞ്ഞാൽ പലേഡിയം വരും. അപ്പൊ ഈ പലേഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത്, ഓഫ് ബോ പ്രിൻസിപ്പിൾ ഒക്കെ വെച്ച് എഴുതുവാണെങ്കിൽ എന്ത് നമ്മൾ വിചാരിക്കും, 5sൽ 2 ഇലക്ട്രോൺസ് വരും, ദെൻ 4Dയിൽ 8 ഇലക്ട്രോൺസ് വരും. ഇങ്ങനെയാണ് പലേഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ വിചാരിക്കുക. പക്ഷെ പലേഡിയത്തിന് അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ 5sലുള്ള 2 ഇലക്ട്രോൺസും കൂടി 4Dയിലേക്ക് പോയിട്ട് ചാടിയിട്ട് അവിടെ 4D 10 ആയിട്ട് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കും. എന്തുകൊണ്ടാണ്, ബിക്കോസ് കംപ്ലീറ്റ്ലി ഫിൽഡ്, ഡി ഓർബിറ്റൽസ് ഹാസ് ഗോട്ട് എക്സ്ട്രാ സ്റ്റെബിലിറ്റി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എക്സെപ്ഷൻ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം ഓർത്തു വെച്ചു. ഡി ബ്ലോക്ക് എലിമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചു. അതിന് എക്സെപ്ഷൻ കാണിക്കുന്ന പലേഡിയം അറ്റോമിക് നമ്പർ 46 ആയിട്ടുള്ള പലേഡിയത്തിന്റെ കാര്യം നമ്മൾ പഠിച്ചു. സെറ്റാണോ? സെറ്റാണോ? സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ബ്ലോക്ക് എലിമെന്റ്സിന്റെയും ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു മാർക്കിന് ചോദിക്കാം. പക്ഷെ എപ്പോഴും ഡി ബ്ലോക്ക് എലിമെന്റ്സിന്റെ ആണ് ചോദിക്കാറ്. സോ ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് അല്ലെ, എല്ലാവർക്കും ചേഞ്ച് വേണം ഒത്തിരി ചേഞ്ച്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എഫ് ബ്ലോക്ക് എലിമെന്റ്സിന്റെയും എന്ത് പഠിക്കണം, ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കണം. അപ്പൊ എഫ് ബ്ലോക്ക് എലിമെന്റ്സിലേക്ക് വരാൻ നേരത്ത് എഫ് ബ്ലോക്ക് എലിമെന്റ്സിൽ ഞാൻ പറഞ്ഞു എവിടെയാ ഇലക്ട്രോൺസ് പോയിട്ട് ഫിൽ ആവുന്നത്, ആന്റി പെനൾട്ടിമേറ്റ്. നമുക്ക് ഇവിടെ എഴുതി വെക്കാം അല്ലെ, അപ്പൊ നമുക്ക് മറന്നുമില്ല. ഡി ബ്ലോക്ക് എലിമെന്റ്സിന് ഇലക്ട്രോൺസ് ഫിൽ ആവുന്നത് എവിടെയാണ്, പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഫിൽ ആവുന്നത്. അപ്പൊ എഫ് ബ്ലോക്കിൽ എവിടെയാ ഫിൽ ആവുന്നത്, എഫ് ബ്ലോക്കിൽ ഫിൽ ആവുന്നത് ആന്റി പെനൾട്ടിമേറ്റിലാണ് ഫിൽ ആവുന്നത്. ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, എന്താണ് ആന്റി പെനൾട്ടിമേറ്റ്, എന്താണ് പെനൾട്ടിമേറ്റ്, എന്താണ് വാലൻസി? ഏറ്റവും പുറത്ത് സി, ഇതാണ് ന്യൂക്ലിയസ് എങ്കിൽ ഏറ്റവും ഔട്ടർ ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഷെൽസ് ഇങ്ങനെ വരച്ചു പോവാം.
അപ്പൊ ഏറ്റവും പുറത്തുള്ള ഷെല്ലിനെ നമ്മൾ എന്ന് വിളിച്ചു. ദാറ്റ് ഇസ് വാലൻസ് ഷെൽ. ഏറ്റവും പുറത്തുള്ള ഷെല്ലാണ് വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. അതിന്റെ തൊട്ട് മുമ്പുള്ള ഷെല്ല് അല്ലെ, ഇവന്റെ തൊട്ട് മുമ്പുള്ള ഷെല്ലിനെ നമ്മൾ എന്ത് വിളിക്കും? പെനൾട്ടിമേറ്റ് ഷെൽ. ഇവനാണ് നമ്മളുടെ പെനൾട്ടിമേറ്റ് ഷെൽ അല്ലെ, പെനൾട്ടിമേറ്റ് ഷെൽ. ഓക്കെ, പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് വിളിച്ചു. ഇനി അതിനും മുമ്പുള്ള ഷെല്ല് ദാറ്റ് ഇസ് ഈക്വൽ ടു n-2 എന്ന് പറയുന്ന ഷെല്ലിനെ നമ്മൾ എന്ത് വിളിക്കും? ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് വിളിക്കും അല്ലെ, ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് വിളിച്ചു. ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ. അപ്പൊ നമ്മൾ പഠിച്ചു ഡി ബ്ലോക്ക് എലമെന്റ്സിൽ പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ഫിൽ ആവുന്നത്, എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ആന്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ഫിൽ ആവുന്നത്. ഓക്കെ, അതൊരു മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? n-2 എഫ് വരുന്നത് അല്ലെ, n-2 എഫ് ഓർബിറ്റലിലെ മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യാം? 14 ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യാം. അപ്പൊ 1 to 14 വരെ വരും. ദെൻ n-1 അതായത് ഡി ഓർബിറ്റലില് നമ്മൾ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ ഡിയില് 0 to 1 കേട്ടോ, നോട്ട് 0 to 10, ഇറ്റ് 0 to 1 വരെ എന്ത് ചെയ്യാം? 0 to 1 വരെ ഇലക്ട്രോൺസ് ഫിൽ ചെയ്ത് പോവാം. ഡിയില് 0 to 1 വരെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാം? ഫിൽ ചെയ്ത് പോകാം. 0 തൊട്ട് ചിലപ്പോൾ ഡിയിൽ ഒന്നും വരില്ല, അല്ലെങ്കിൽ ഡിയിൽ ഒരെണ്ണം വരും. ദെൻ NSൽ എന്ത് വരും? 2 ഇലക്ട്രോൺസ് എപ്പോഴും ഫിൽ ആയിരിക്കും. അങ്ങനെയാണ് ഇവരുടെ എന്ത് വരുന്നത്? ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആൻഡ് N ഏതൊക്കെയാ വരിക? നമുക്കറിയാം എഫ് എന്ന് പറഞ്ഞാൽ 6th പീരീഡിലും 7th പീരീഡിലും ആണ് വരുന്നത് അല്ലെ. അപ്പൊ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6ഉം 7ലും ആണ് തുടങ്ങുക. കാരണം നമ്മൾ പഠിച്ചു അല്ലെ, കാരണം നമുക്കറിയാം എന്നിന്റെ വാല്യൂ ഇവിടെ 6 കൊടുക്കുമ്പോഴാണ് എഫ് എവിടെ വരുന്നത്? ഇവിടെ ഫസ്റ്റ് ഞാൻ എന്നിന്റെ വാല്യൂ 6 കൊടുത്തു എന്ന് വിചാരിക്കേ. അപ്പൊ ഇവിടെ എന്ത് വരും? NSന് 6s എന്ന് വരും അല്ലെ, NSന് എന്ത് വരും? 6s² എന്ന് വരും. 5D 0 to 1 എന്ന് വരും. ദെൻ എന്ത് വരും? 4f വരും അല്ലെ. അപ്പൊ അങ്ങനെയാണ് എന്നിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ അതെന്ത് ചെയ്യാ? ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ എന്നിന്റെ വാല്യൂ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ലെങ്കിലും ഇൻ കേസ് ഇപ്പൊ അയ്യോ എന്നിന്റെ വാല്യൂ പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മൾ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കൊടുത്താൽ മതി. പക്ഷെ കുറച്ചും കൂടി എന്നിന്റെ വാല്യൂസ് ഏതൊക്കെ വരാം എന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എന്ത് പഠിച്ചു? എഫ് ബ്ലോക്ക് എലമെന്റ്സ് പഠിച്ചു അല്ലെ, എഫ് ബ്ലോക്ക് എലമെന്റ്സ് പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ, ഓൺ വാട്ട് ഗ്രൗണ്ട് ക്യാൻ യു സേ ദാറ്റ് സ്കാൻഡിയം ഇസ് എ ട്രാൻസിഷൻ എലമെന്റ് ബട്ട് സിങ്ക് ഇസ് നോട്ട്? എന്ത് ഇതിലാണ് നമ്മൾ പറയുന്നത് സ്കാൻഡിയം ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണ് പക്ഷെ സിങ്ക് അല്ല? അപ്പൊ നമ്മൾ പഠിച്ചു എന്താണ് ഒരു ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ, ഒരാള് ട്രാൻസിഷൻ എലമെന്റ് ആവണമെങ്കിൽ അവൻ എന്ത് വേണം? അവന് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള, പാർഷ്യലി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള, പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് വേണം അല്ലെ. എല്ലാം ഒന്നാം ഇൻകംപ്ലീറ്റ്, അതുപോലെ തന്നെ എന്താ പാർഷ്യലി ഫിൽഡ് അല്ലെങ്കിൽ പാർഷ്യലി ഒക്യുപ്പൈഡ് അല്ലെങ്കിൽ വേക്കന്റ് ഒക്കെ ആയിട്ടുള്ള എന്ത് വേണം? ഡി ഓർബിറ്റൽസ് വേണം. സോ നമ്മൾ പറയുമ്പോൾ നമ്മൾ പഠിച്ചു സിങ്ക്, കാഡ്മിയം, മെർക്കുറി എങ്ങനെയല്ല, അവരൊരു ട്രാൻസിഷൻ എലമെന്റുകൾ അല്ല. അപ്പൊ അവർക്ക് എന്തില്ല? അവർക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ 2 പോയിന്റ്, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അവർക്ക് എന്തില്ല? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള, പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഇല്ല. അപ്പൊ ആ 2 കാര്യം ഓർക്കണം. എന്താണ്? ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് എങ്ങനെയുള്ള സ്റ്റേറ്റിൽ? ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വേണം, അല്ലെങ്കിൽ അത് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റിൽ വേണം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ സ്കാൻഡിയം ഇസ് അറ്റോമിക് നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3D സീരീസിൽ ആരെ ചോദിച്ചാലും, ഏത് ഉറക്കത്ത് ചോദിച്ചാലും നമുക്ക് അറ്റോമിക് നമ്പർ അറിയണം അല്ലെ. ഏത് ഉറക്കത്ത് ചോദിച്ചാലും നമുക്ക് അറ്റോമിക് നമ്പർ അറിയണം. എങ്ങനെയായിരുന്നു? സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ് അല്ലെ, മറക്കരുത്. അപ്പം സ്കാൻഡിയം വരുമ്പോൾ നമ്മൾ പറഞ്ഞു ആർഗൺ ചേട്ടനെ നമ്മൾ ഇങ്ങനെ എഴുതണം അല്ലെ. എന്തിനാ ഞാൻ ഉള്ളിൽ ആർഗൺ എഴുതിയത്? ആർഗൺ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 18 ആണ്. നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷനിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ചെയ്ത് എഴുതും അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ 1s2 2s2 2p6 അത് മൊത്തം ആർഗന്റെ കോൺഫിഗറേഷൻ ഇങ്ങനെ നീട്ടി വലിച്ച് എഴുതി കഴിഞ്ഞ് എഴുതുമ്പോൾ കുറെ സമയം പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കെമിസ്ട്രിക്കാർ പൊതുവെ എങ്ങനെയാണ്? കുറച്ച് ഷോർട്ട് ആയിട്ട് എഴുതുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ ആർഗനെ എഴുതി തീർന്നു അല്ലെ. നമുക്കറിയാം നോബൽ ഗ്യാസസ് ആരൊക്കെയായിരുന്നു? ഹേയ്, നീ, ആരാ? കൃഷ്ണനോ സീതയോ രാമനോ അല്ലേ. അതിൽ നമുക്ക് മെയിൻലി വരാ ഇവരാണ് 2, നീലിയം ഇസ് 10. നമ്മുടെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആർഗനെയും ക്രിപ്റ്റനെയാണ് കേട്ടോ. അപ്പൊ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനോൺ, റെഡൺ വരുമ്പോൾ ആർഗൺ ഇസ് 18, ക്രിപ്റ്റൻ ഇസ് എത്രയാണ്? 36. ഇവർ 2 പേരെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ എപ്പോഴും എഴുതാൻ എടുക്കുന്നത്. അപ്പോൾ
ആർഗണിനെ എഴുതി. അപ്പൊ ആർഗണിന് ഓൾറെഡി 18 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി എന്ത് വരും? ഇവിടെ 3Dയും വരും 4sഉം വരും. 4sൽ 2 ഇലക്ട്രോൺസ് ഫില്ലായിട്ട് 3Dയിൽ 1 ഇലക്ട്രോൺസ് വരും അല്ലെ, 3Dയിൽ 1 ഇലക്ട്രോൺ വരും. അപ്പൊ 3Dയിൽ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെ 3Dയിൽ ഇനി ഒരുപാട് വേക്കന്റ് സ്പേസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയും എന്താണ്, സ്കാൻഡിയം എസ് എ ട്രാൻസിഷൻ എലമെന്റ്. സിങ്കിലേക്ക് പോകാം. സിങ്ക് ഇസ് അറ്റോമിക് നമ്പർ 30. എഴുതുക ആർഗൺ അല്ലെ, ആർഗൺ 4sൽ 2 ഇലക്ട്രോൺ, 3Dയിൽ 10 ഇലക്ട്രോൺ. ഓക്കെ, ഇനി സിങ്ക് ട്രാൻസിഷൻ എലമെന്റ് അല്ലാന്ന് ഞാൻ പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് നോക്കി. ഗ്രൗണ്ട് സ്റ്റേറ്റ് നോക്കിയപ്പോ എന്താ, 3Dയിൽ ഇലക്ട്രോൺസ് ഇനി എന്താ 3Dയിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, വേക്കന്റ് ഇലക്ട്രോൺസ് ഒന്നും ഇല്ല, പാർഷ്യലി ഫിൽഡ് അല്ല. ഇനി ഞാൻ എന്ത് ചെയ്യും, സിങ്കിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റും കൂടി നോക്കണം. അവൻ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അങ്ങനെയാണെന്ന് വെച്ചിട്ട് അപ്പൊ തന്നെ ഓക്കെ അവൻ ട്രാൻസിഷൻ അല്ലാന്ന് പറയാൻ പറ്റില്ല. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നോക്കാം. അപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നോക്കുമ്പോൾ സിങ്ക് എന്താണെന്നറിയോ, സിങ്ക് മാക്സിമം പോയാൽ സിങ്ക് Zn2+ ആയിട്ടേ ഇരിക്കുള്ളൂ. സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Zn2+ ആ. അപ്പൊ ഈ Zn2+ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് Zn2+ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ അവസാനത്തെ 4sലെ 2 ഇലക്ട്രോൺസ്, വാലൻസ് ഷെല്ലിലെ 2 ഇലക്ട്രോൺസ് ആർക്കോ കൊണ്ടുപോയി കൊടുത്ത്, തോറ്റു തുന്നമ്പാടിയിട്ടില്ല, അങ്ങനെ ആർക്കോ കൊടുത്ത് തിരിച്ചു വന്നിരിക്കുന്ന നമ്മുടെ സിങ്ക് ആണ് അല്ലെ. അപ്പൊ സിങ്ക് എങ്ങനെ വരും, 3D10 ആണ് വരുന്നത്. ദാറ്റ് ഇസ് അത് ഗ്രൗണ്ട് സ്റ്റേറ്റില്. ഇതാണ് അവന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അവൻ സാധാരണ പോലെ ന്യൂട്രൽ ആറ്റം ആയിട്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരുന്നാലും അവൻ എന്തായിട്ടിരുന്നാലും എക്സൈറ്റഡ് സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ അവൻ അയൺ ആയിട്ടിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരുന്നാലും. നിങ്ങൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലാണോ? എക്സാംസ് ഒക്കെ അടുത്തത് കൊണ്ട് നിങ്ങൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലാണോ? ഞാൻ നല്ല എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരുന്നാലും അവൻ എന്താണ്, അവന്റെ ഡി ഓർബിറ്റൽസ് ഫുള്ളി ഫിൽഡ് ആണ്, അവൻ ഹൗസ്ഫുൾ ആയിട്ടിരിക്കുകയാണ്. സോ സിങ്ക് ഇസ് നോട്ട് എ ട്രാൻസിഷൻ എലമെന്റ്. സിങ്ക് പോലെ തന്നെ സിങ്കിന്റെ താഴത്തേക്ക്, അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ നമ്മൾ പഠിച്ചു 4 സീരീസസ് ഉണ്ട്. ഈ 4 സീരീസസിന്റെ എൻഡ് മെമ്പേഴ്സ് ഇല്ലേ, 3D സീരീസിന്റെ സിങ്ക് ആണ്, 4D സീരീസിന്റെ എന്താണ്, സിങ്ക് കാഡ്മിയം ആണ്, മെർക്കുറി ആണ്. ഇവരൊക്കെ എന്താണ്, ട്രാൻസിഷൻ എലമെന്റ്സ് അല്ല. സിങ്ക് കാഡ്മിയം മെർക്കുറി ഒന്നും എന്താണ്, ട്രാൻസിഷൻ എലമെന്റ്സ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യാന്നറിയോ, ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം ഫസ്റ്റത്തെ ലൈനിൽ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, കഥ എഴുതാം. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നിങ്ങൾ എക്സ്പ്ലനേഷൻ എഴുതുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ആൻസർ ഷീറ്റ് നോക്കുന്ന മിസ്സിന് മനസ്സിലാവും നിങ്ങൾക്ക് എല്ലാം അറിയാം. ഓക്കെ, ഈ കുട്ടിക്ക് എല്ലാം അറിയാം. സി, നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ഓൾവേസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പൊ അത് അറിയാന്ന് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ആൻസർ ഷീറ്റ് അവർ ആ ഒരു രീതിയിലാണ് നോക്കുക. ഓക്കെ, ഈ കുട്ടി എല്ലാം പഠിച്ചിട്ടുണ്ട്, എല്ലാം അറിയാമെന്നുള്ള പോലെ. അപ്പൊ നോക്കുക, ഓൺ ദ ബേസ് ഓഫ് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് 3D ഓർബിറ്റൽസ് ഇൻ കേസ് ഓഫ് സ്കാൻഡിയം ആറ്റം ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, അതുകൊണ്ട് അതൊരു ട്രാൻസിഷൻ എലമെന്റ് ആണ്. ഓൺ ദ അതർ ഹാൻഡ്, സിങ്ക് ആറ്റം ഹാസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ദി ഓർബിറ്റൽസ് ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അല്ലെങ്കിൽ അതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ്. അതുകൊണ്ട് അതെന്താണ്, ട്രാൻസിഷൻ എലമെന്റ് അല്ല. ഓക്കെ, ഇനി നോക്കിക്കേ, റൈറ്റ് ദ ട്രെൻഡ് ആൻഡ് വേരിയേഷൻ ഓഫ് അറ്റോമിക് റേഡിയ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ അറ്റോമിക് റേഡിയയിലെ വേരിയേഷന്റെ ട്രെൻഡ് എഴുതൂ എന്നാണ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അതിന്റെ പുറകിലുള്ള റീസൺ എന്താണ് അല്ലെ. എന്തെങ്കിലും ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ അല്ലെ അതിനൊരു റീസൺ ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും റീസൺ അറിയണം. കെമിസ്ട്രിക്ക് ആണെങ്കിൽ പ്രത്യേകിച്ച് അല്ലെ, കെമിസ്ട്രിയിലെ എക്സെപ്ഷൻസ്, റീസൺസ്, വേരിയേഷൻസ്, ട്രെൻഡ്സ് ഒക്കെ. അപ്പൊ നോക്കാം, നമുക്കറിയാം അറ്റോമിക് റേഡിയയുടെ ട്രെൻഡ് എന്താ വരുന്നത്, എമംഗ് ദ എലമെന്റ്സ് അല്ലെ. നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽസിനെ അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ എടുക്കുമ്പോൾ അറ്റോമിക് റേഡിയെ ആദ്യം ഡിക്രീസ് ചെയ്യുന്നു, പിന്നെ കോൺസ്റ്റന്റ് ആവുന്നു, പിന്നെ ഇൻക്രീസ് ചെയ്യുന്നു, കുറയുന്നു, കോൺസ്റ്റന്റ് ആവുന്നു, ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ, കുറയുന്നു, കോൺസ്റ്റന്റ് ആവുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. എന്തുകൊണ്ട് അപ്പൊ ട്രെൻഡ് നമ്മൾ എഴുതി, 1 മാർക്ക് കിട്ടി അല്ലെ. ട്രെൻഡ് എഴുതി 1 മാർക്ക് കിട്ടി. അടുത്തത് റീസൺ എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലെ. റീസൺ എക്സ്പ്ലെയിൻ ചെയ്യണം, അതിനാണ് അടുത്ത മാർക്ക്. അപ്പൊ റീസൺ പറയുമ്പോൾ കുറയുന്നതിനുള്ള റീസൺ, കോൺസ്റ്റന്റ് ആവുന്നതിനുള്ള റീസൺ, കൂടുന്നതിനുള്ള റീസൺ. കുറയുന്നതിന്റെ റീസൺ എന്താണ്, നമുക്കറിയാം the decrease in size in the beginning is due to the increase in nuclear charge. Nuclear charge കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. However, the increased nuclear charge എന്ത് ചെയ്യും, നമ്മുടെ ന്യൂക്ലിയർ ചാർജ് കൂടി വരുമ്പോഴത്തേക്കും പയ്യെ എന്ത് ചെയ്യും, ഇതിന്റെ സൈസ് കുറയും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂക്ലിയസ് എന്ത് ചെയ്യും, ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുമ്പോൾ അത് ഔട്ടർ ഇലക്ട്രോൺസിനെ ഇങ്ങനെ എന്ത് ചെയ്യും, ഹഗ് ചെയ്ത് അങ്ങ് പിടിക്കും. അപ്പൊ അതിന്റെ സൈസ് കുറയും, ആറ്റത്തിന്റെ സൈസ് കുറയും. ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ കുറഞ്ഞു സൈസ് കുറഞ്ഞു പോകുന്ന സമയത്ത് ഒരു മിഡ് വേ ആകുമ്പോഴേക്കും എന്ത് പറ്റും എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ഇലക്ട്രോൺസ് വന്ന് നിറയണ എവിടെയാ,
എവിടെയാ? ഡി സബ്ഷെല്ലിലേക്കാണ്. അപ്പൊ ഈ ഡി സബ്ഷെല്ലിൽ ഇലക്ട്രോൺസ് വന്നിങ്ങനെ ഫില്ലായി വരുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഷീൽഡിംഗ് ഇഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് ഇഫക്റ്റ് സംഭവിക്കും. ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺസ് ഇങ്ങനെ എന്ത് ചെയ്യും? ഫുൾ ചുറ്റും കൂടിയിരിക്കും. അപ്പൊ ഈ ന്യൂക്ലിയസിന്റെ ചാർജ് അല്ലെ, ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ടെങ്കിലും ഈ ഡി സബ്ഷെൽസ് ഇങ്ങനെ ഒരു ഷീൽഡ് പോലെ, ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഒരു ഷീൽഡ് പോലെ, ഇങ്ങനെ നമ്മുടെ ക്യാപ്റ്റന്റെ ഷീൽഡ് പോലെ ഇരിക്കും. അപ്പൊ എന്ത് പറ്റും? ന്യൂക്ലിയർ ചാർജ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് എത്തില്ല. അപ്പൊ ന്യൂക്ലിയസിന് പോയി എല്ലാരെയും പിടിച്ചു വലിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? സൈസ് കുഞ്ഞാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ആദ്യം കുറഞ്ഞ സൈസ് ഫർദർ പിന്നെ കുറയാണ്ട് ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്, അതിനുശേഷം അല്ലെ ദ ഇൻക്രീസ് ന്യൂക്ലിയർ ചാർജ് ആൻഡ് ദ ഇൻക്രീസ് സ്ക്രീനിങ് ഇഫക്ട്. അപ്പം ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും? ഈ സ്ക്രീനിങ് ഇഫക്റ്റ് വന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ രണ്ടുപേരും ബാലൻസ് ചെയ്ത് പോയിട്ട് കുറച്ച് നേരത്തേക്ക് സൈസ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആവും. അത് കഴിഞ്ഞ് എന്ത് പറ്റുന്ന വെച്ചാൽ ഫർദർ പിന്നെയും ഇലക്ട്രോൺസ് വന്ന് ഡി സബ്ഷെല്ലിൽ നിറയുമ്പം എന്ത് പറ്റും? ഇലക്ട്രോൺസ് ഫുൾ വന്ന് നിറയുമ്പോൾ ഇലക്ട്രോണും തമ്മിൽ എന്ത് വരും? ഇലക്ട്രോൺ റിപ്പൾഷൻസ് വരും. ഇലക്ട്രോണും തമ്മിൽ സ്നേഹത്തിലാണോ? അല്ല, അടിപിടിയാണ് അല്ലെ, രണ്ടുപേരും ഒരേ ചാർജ് ആണ്. അപ്പൊ അവരെന്ത് ചെയ്യും? ഇലക്ട്രോൺ റിപ്പൾഷൻ വരും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൾഷൻ വരും. സോ ദാറ്റ് സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസസ്. സോ അറ്റോമിക് റേഡിയായി അതുപോലെ തന്നെയാണ് അയണിക് റേഡിയായുടെ ട്രെൻഡ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ആദ്യം ഡിക്രീസ് ചെയ്യുന്നു ഡ്യൂ ടു ഇൻക്രീസിങ് ന്യൂക്ലിയർ ചാർജ്. ഓക്കെ, അതാണ് 3 പോയിന്റ് ആയിരുന്നേ. ഡിക്രീസ് ചെയ്യുന്നതിന്റെ റീസൺ ഡ്യൂ ടു ഇൻക്രീസിങ് ന്യൂക്ലിയർ ചാർജ്. രണ്ടാമത്തത് സൈസ് കോൺസ്റ്റന്റ് ആവുന്നു ഡ്യൂ ടു എന്താണ്? ഇൻക്രീസിങ് ന്യൂക്ലിയർ ചാർജ് ഇസ് ബാലൻസ്ഡ് വിത്ത് എന്താണ്? സ്ക്രീനിങ് ഇഫക്റ്റ്. ഓക്കെ, മൂന്നാമത്തത് വീണ്ടും എന്ത് സംഭവിച്ചു? അറ്റോമിക് റേഡിയൈ ഇൻക്രീസസ് ഡ്യൂ ടു എന്താണ്? ഇലക്ട്രോൺ റിപ്പൾഷൻ എന്നുള്ള ആ ഒരു ടേം ആണ് വേണ്ടത്. ഇലക്ട്രോൺ റിപ്പൾഷൻ കീവേഡ്സ് നമ്മൾ ഓർത്ത് വെക്കുക. ഇൻക്രീസിങ് ന്യൂക്ലിയർ ചാർജ്, അതുപോലെ തന്നെ സ്ക്രീനിങ് എഫക്ട്, ഇലക്ട്രോൺ റിപ്പൾഷൻ. 3 കീവേഡ്സ് ഉണ്ടോ? മാർക്ക് വീണു മക്കളെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് ദ റീസൺ ഫോർ യൂസിങ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആസ് കാറ്റലിസ്റ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഗിവ് 3 എക്സാമ്പിൾസ്. കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ 3 എക്സാമ്പിൾസ്. എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? കാരണം പറയൂ. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കാൻ പറ്റും, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കാൻ പറ്റും. അതുകൊണ്ട് അത് ആദ്യത്തെ കാരണം. രണ്ടാമത്തെ കാരണം അവർക്ക് കോംപ്ലക്സുകൾ ഫോം ചെയ്യാൻ പറ്റും. മൂന്നാമതൊരു കാരണം കൂടി നിങ്ങൾക്ക് പറയാം. എന്താണ്? അവർക്ക് ഇൻക്രീസ്ഡ് സർഫസ് ഏരിയ ഉണ്ട്. പക്ഷേ റീസൺ ചോദിച്ചാൽ, കാറ്റലിസ്റ്റ് ആവാനുള്ള റീസൺ ചോദിച്ചാൽ ഈ ആദ്യത്തെ റീസൺ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്താണ്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിന്റെ റീസണും കോൺസിക്വൻസസും ഒക്കെ പഠിക്കുമ്പോൾ ആ ഒരു ഓർഡർ അല്ലേ, ഏതിനാണ് കൂടുതൽ എംഫസിസ് എന്നുള്ള കാര്യം ഓർത്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റണമെന്നുള്ളതാണ് മെയിൻ റീസൺ. പിന്നെ എന്താണ്? അവർക്ക് കോംപ്ലക്സസ് ഫോം ചെയ്യാൻ പറ്റുന്നതും എന്താണ്? അവർക്ക് കാറ്റലിസ്റ്റ് ആവാനുള്ള ഒരു കാര്യമാണ്. അതേപോലെ എന്ത് പറ്റും? അവർക്ക് നല്ല സർഫസ് ഏരിയ ഉണ്ട്, ലാർജ് സർഫസ് ഏരിയ ഉണ്ട്. അപ്പൊ റീസൺ എഴുതി കൊടുക്കാം. ഇനി എക്സാമ്പിൾസ് പറയുമ്പോൾ നമ്മൾ കോണ്ടാക്ട് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന വനേഡിയം, ഹേബേഴ്സ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന അയൺ, അതേപോലെ തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കാറ്റലറ്റിക് ഹൈഡ്രോജനേഷനിൽ നിക്കലിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ 3 എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ അതേപോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നുണ്ടോ? അപ്പൊ അതങ്ങ് എഴുതി കൊടുക്കുക. എത്ര മാർക്ക് കിട്ടും നമുക്ക്? 3 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് മോർ സ്റ്റേബിൾ? ആരാണ് കൂടുതൽ സ്റ്റേബിൾ? Fe3+ ആണോ Fe2+ ആണോ? വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് തരും, കുറെ അയൺസ് തന്നിട്ട് ആരാണ് കൂടുതൽ സ്റ്റേബിൾ. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റെബിലിറ്റി എന്തിന്റെ ബേസിസിലാണ് പറയാ? സ്റ്റെബിലിറ്റി പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ബേസിസിലാണ്. ഓർത്തിരിക്കുക, ആരാണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. അപ്പൊ ആദ്യം തന്നെ ചാടിക്കേറി എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന Fe3+ ആണോ നമ്മൾ എഴുതുക? അല്ല, നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന Fe എഴുതും. എന്താണ് മിസ് ആദ്യമേ Fe3+ എഴുതിക്കൂടെ? എഴുതാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കും. മനസ്സിൽ ചെയ്യുമ്പോൾ തെറ്റും. എന്തിനാണ് തെറ്റിക്കുന്നത്? നമുക്ക് ഫുൾ മാർക്ക് വേണ്ടേ? അപ്പൊ Fe26 ആണ് നമ്മൾ എന്ത് എഴുതി? ആർഗൺ ചേട്ടൻ എഴുതി. ഓക്കെ, 18 ഇലക്ട്രോൺസ് തീർന്നു. ഇനി എന്ത് ചെയ്യണം? നമുക്കറിയാം 4s 2 ഇലക്ട്രോൺസ്, 20 ഇലക്ട്രോൺ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? 3d 6 ഇലക്ട്രോൺസ്.
ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എഴുതിയ ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുന്നതിൽ കൺഫ്യൂഷൻ വരില്ല. ഇനി Fe2+ വരുമ്പോൾ ആർഗൺ എഴുതി അവസാനത്തെ ഷെല്ലിൽ നിന്ന് 2 ഇലക്ട്രോൺസ് പോയി ഇല്ലേ? പോയി. ഇനി Fe3+ വരുമ്പോൾ ആർഗൺ എഴുതി 3 ഇലക്ട്രോൺസ് പോണം. അപ്പൊ 4s2 നിന്ന് 2 ഇലക്ട്രോൺസ് പോയി, 3d6 1 ഇലക്ട്രോൺ പോയി. ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. 3d 5 ഇലക്ട്രോൺസ്, 3d5. അപ്പൊ ആരാണ് കൂടുതൽ സ്റ്റേബിൾ? Fe3+ is more stable. Fe3+ ആണ് more stable. Why? Fe3+ is more stable due to എന്താണ്? Due to half filled d electrons അല്ലെ? Due to half filled d electrons അല്ലെ? Due to half filled d orbital ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള d orbital ഉള്ളത് കൊണ്ട് തന്നെ ആരാണ് കൂടുതൽ സ്റ്റേബിൾ? Fe3+ ആണ് കൂടുതൽ സ്റ്റേബിൾ. സെറ്റ് ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ സെറ്റ് ആണല്ലോ? അപ്പൊ ഇതേ ക്വസ്റ്റ്യന് സിമിലർ ആയിട്ട് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെന്ന് വിചാരിക്കും. ഇതേ ക്വസ്റ്റ്യന് സിമിലർ ആയിട്ട് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് Cu+ ആണോ Cu2+ ആണോ മോർ സ്റ്റേബിൾ? Cu+ലും Cu2+ലും എടുത്ത ആരാണ് കൂടുതൽ സ്റ്റേബിൾ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. കോപ്പർ ഇസ് ഏതൊർക്കത്ത് ചോദിച്ചാലും കോപ്പർ ഇസ് 29 അല്ലെ? അപ്പൊ കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗണ് നമ്മൾ എഴുതി. ദെൻ എന്തെഴുതും? 4s 1 ഇലക്ട്രോൺ, 3d 10 ഇലക്ട്രോൺസ് അല്ലെ? ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള കോപ്പറിനെ എഴുതി. ഇനി ഞാൻ Cu+ എഴുതുകയാണേ. അപ്പൊ എന്ത് സംഭവിക്കും? ആർഗണ് ഞാൻ എഴുതി 3d എത്ര ഇലക്ട്രോൺസ് വരും? 3d 10 ഇലക്ട്രോൺസ് വരും. Cu2+ എഴുതുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആർഗണ് ഞാൻ എഴുതി 3d 9 ഇലക്ട്രോൺസ് വരും. 10 ഇലക്ട്രോൺസ് ഉള്ള സമാധാനത്തിലിരിക്കുന്ന, സ്റ്റെബിലിറ്റിയിലിരിക്കുന്ന, എക്സ്ട്രാ സ്റ്റെബിലിറ്റിയിലിരിക്കുന്ന 3d 10 3d 9 ആണ് ഇഷ്ടപ്പെടൂ? ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് പറയാം എന്ത്? ഇവനാണ് മോർ സ്റ്റേബിൾ അല്ലെ? Cu+ is മോർ സ്റ്റേബിൾ. ആരാണ് സ്റ്റെബിലിറ്റി ആഗ്രഹിക്കാത്തത് അല്ലെ? മോർ സ്റ്റേബിൾ Cu+ ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ Cu+ഉം Cu2+ന്റെയും ക്വസ്റ്റ്യൻ ഇല്ലേ? ഇങ്ങനെ വിച്ച് ഇസ് മോർ സ്റ്റേബിൾ, Cu+ ഓർ Cu2+? ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? Cu+ ആണ് മോർ സ്റ്റേബിൾ. ഇനി ഇതേ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് മോർ സ്റ്റേബിൾ, Cu+ and Cu2+, ഇൻ അക്വസ് സൊല്യൂഷൻ ചോദിച്ചാൽ ക്വസ്റ്റ്യൻ മാറി. അക്വസ് സൊല്യൂഷൻ ചോദിച്ചാൽ ക്വസ്റ്റ്യൻ മാറി. ആ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ? എവിടെ പോയി? അക്വസ് സൊല്യൂഷൻ ക്വസ്റ്റ്യൻ അക്വസ് സൊല്യൂഷൻ ചോദിച്ച എത്തി. കണ്ടോ? ഇതേ ക്വസ്റ്റ്യൻ തന്നെ വിച്ച് ഇസ് മോർ സ്റ്റേബിൾ ഇൻ അക്വസ് സൊല്യൂഷൻ എന്ന് ചോദിക്കും. അതായത് എക്സ്പ്ലെയിൻ വൈ Cu+ ion is not stable in aqueous solution. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാൻ അറിയോ? വിച്ച് ഇസ് മോർ സ്റ്റേബിൾ ഇങ്ങനെ ചോദിക്കാം. ഓർ which is more stable, Cu+ or Cu2+ in aqueous solution? ഇങ്ങനെയും ചോദിക്കാം. കണ്ടോ? രണ്ടും ഒന്നാണ് അല്ലെ? എങ്ങനെ ചോദിച്ചാലും ഉത്തരം ഒന്നാണ്. അപ്പോ എന്തുകൊണ്ടാണ് അക്വസ് സൊല്യൂഷനിലേക്ക് വരുമ്പോ അല്ലെ നമുക്കറിയാം, വെറുതെ നോക്കുകയാണെങ്കിൽ ആരായിരുന്നു കൂടുതൽ സ്റ്റേബിൾ എന്ന് പറയുന്നത്? Cu+ ആയിരുന്നു. പക്ഷെ അക്വസ് സൊല്യൂഷനിലേക്ക് വരുമ്പോൾ Cu2+ ആണ് കൂടുതൽ സ്റ്റേബിൾ. Cu2+ ആണ് കൂടുതൽ സ്റ്റേബിൾ. എന്തുകൊണ്ടാണ്? കണ്ടോ? ഇൻ ആൻ അക്വസ് മീഡിയം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അയൺ ആയിട്ടിരിക്കുന്ന സമയത്ത് Cu2+ is more stable than Cu+. This is because എന്താണ്? അതായത് Cu2+ കൂടുതലാവാനുള്ള റീസൺ എന്താന്ന് ചോദിച്ചാൽ മെയിൻ റീസൺ ഇസ് ഹൈഡ്രേഷൻ എനർജി ഓർ ഹൈഡ്രേഷൻ എൻതാൽപ്പി. അപ്പൊ ഹൈഡ്രേഷൻ എനർജി ആർക്കാണ് കൂടുതൽ? ഇസ് മോർ ഫോർ ഹൈഡ്രേഷൻ എനർജി ഇസ് മോർ ഫോർ Cu2+. Cu2+ന് ഹൈഡ്രേഷൻ എനർജി കൂടുതലാണ്. ഒരാൾക്ക് ഹൈഡ്രേഷൻ എനർജി കൂടുതലാണെങ്കിൽ അവന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. വെള്ളത്തിൽ ഒരു അയൺ ഇടുമ്പോൾ അത്
ഹൈഡ്രേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വാട്ടർ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ബോണ്ട് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പം വെള്ളത്തിലിടുന്ന സമയത്ത് അത് വാട്ടർ ആയിട്ട് ഹൈഡ്രേറ്റ് ആവാണ്. അതാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത്. വെള്ളം വന്ന് അതിനിങ്ങനെ പൊതിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഈ ഹൈഡ്രേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അവൻ ആ അക്വസ് മീഡിയത്തിൽ സ്റ്റേബിൾ ആണെന്നാണ് അർത്ഥം. അപ്പൊ Cu2+-നാണ് എന്ത് കൂടുതൽ, ഹൈഡ്രേഷൻ എനർജി കൂടുതൽ. കണ്ടോ, ദിസ് ഇസ് ബിക്കോസ് ഓൾദോ എനർജി ഇസ് റിക്വയർഡ് ടു റിമൂവ് 1 ഇലക്ട്രോൺ ഫ്രം Cu+ to Cu2+, ഹൈ ഹൈഡ്രേഷൻ എനർജി. കണ്ടോ, ഹൈ ഹൈഡ്രേഷൻ എനർജി ഓഫ് Cu2+ കോമ്പൻസേറ്റ് ഫോർ ഇറ്റ്. അതായത് നമുക്ക് തോന്നും Cu+ ഒരു ഇലക്ട്രോണും കൂടി കളഞ്ഞ് അത് Cu2+ ആവണം. പക്ഷെ നമ്മൾ പറഞ്ഞു 3d10 3d9 ആവണം, അത്ര ബുദ്ധിമുട്ടല്ല. പക്ഷെ ആ ഒരു എനർജീനേക്കാളും അതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് വളരെ കൂടുതലായിട്ട് അതിന് ഹൈഡ്രേഷൻ എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, നമ്മുടെ Cu+ അയോൺസ് എപ്പോഴും അക്വസ് മീഡിയത്തിൽ വരുമ്പോൾ അതിങ്ങനെ ഡിസ്പ്രപ്പോർഷനേഷൻ നടത്തും. ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറഞ്ഞാൽ Cu+ എന്ത് ചെയ്യും, Cu2+ ആയിട്ട് മാറും. എന്തായിരുന്നു ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറഞ്ഞാൽ, കണ്ടോ ഇവിടെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് അത് +2 ആയി. അതേപോലെ ഈ Cu എന്തായി, +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് 0 ആയി. അങ്ങനെ ഒരേ എലമെന്റിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ റിഡോക്സ് റിയാക്ഷൻസിൽ പഠിക്കും, അതൊന്നും ഓർത്ത് എന്താ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇപ്പൊ ആലോചിക്കുക ആരാണ് കൂടുതൽ സ്റ്റേബിൾ, എന്തുകൊണ്ട് കൂടുതൽ സ്റ്റേബിൾ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും Cu2+ ആണ് ഇൻ അക്വസ് സൊല്യൂഷൻ. സി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അക്വസ് സൊല്യൂഷൻ വെറുതെ ഒന്നും ഇല്ലാണ്ട് വിച്ച് among the following is more stable, Cu+ or Cu2+ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, Cu+ ആണ്. അക്വസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം, Cu2+ ആണ്. ഓക്കെ, നമ്മൾ എവിടെ വന്നത്, നമ്മൾ ரொம்ப ദൂരം പോയിട്ടില്ല, ഇല്ല എത്തി തോന്നും, പക്ഷെ എത്തി. ഓക്കെ, ഇനി നോക്ക്, നെയിം എ ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ് വിച്ച് ഡസ് നോട്ട് എക്സിബിറ്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്ത ഡസ് നോട്ട് എക്സിബിറ്റ് ആരാണവൻ, അവനാണ് സ്കാൻഡിയം അല്ലെ. സ്കാൻഡിയം which is atomic number 21. Z എന്താ അറ്റോമിക് നമ്പറിന്റെ ഷോർട്ട് ഫോം, അബ്രീവിയേഷൻ ആണ് അല്ലെ. സ്കാൻഡിയം ആണ് എന്ത് കാണിക്കാത്തത്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്തത്. ഓക്കെ, സെറ്റ്. ഇനി സിൽവർ ആറ്റം, സ്കാൻഡിയം പൊതുവെ കാണിക്കുന്ന ഓക്സിഡേഷൻ, ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, സ്കാൻഡിയം +3 ആയിട്ടാണ് ഇരിക്കാറ് കേട്ടോ. സ്കാൻഡിയം എപ്പോഴും സ്കാൻഡിയം +3 ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഇരിക്കാറ്, ഓർത്ത് വയ്ക്കാം. Silver atom has completely filled d orbitals in ground state. How can you say that it is a transition element? കണ്ടോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കുന്നത് കണ്ടോ. നമ്മൾ പറഞ്ഞു സിങ്ക്, കാഡ്മിയം, മെർക്കുറി ആണ് ട്രാൻസിഷൻ എലമെന്റ് അല്ലാത്തത്. അപ്പൊ ഇവർ പറയാണ് സിൽവർ ആറ്റം എന്ന് പറയുന്നത് അതിന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ട്, പക്ഷെ അത് ട്രാൻസിഷൻ എലമെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം, അവൻ എക്സൈറ്റഡ് സ്റ്റേറ്റിലാവുമ്പോൾ അവൻ എന്താണ്, ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ട്. സിമ്പിൾ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സിൽവറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 46 ആണ്. ഓക്കെ, സിൽവറിന്റെ അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു 46 ആണ്. അപ്പൊ ഈ 46 അല്ല 47 ആണ് കേട്ടോ. സിൽവറിന്റെ അറ്റോമിക് നമ്പർ 47. ഒന്ന് ഓർത്ത് വെക്കുക. വേണമെങ്കിൽ അവരിപ്പോ സിൽവർ ആയതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കും എന്നുള്ള പോലെ വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പൊ മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പറിൽ സെറ്റ് സ്പെസിഫൈ ചെയ്ത് പറയണം, അതാണ് മര്യാദ. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ അല്ലെ, അങ്ങനെ ഒരു കേസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോഴും നമ്മൾ എഴുതണം അല്ലെ. എന്ത് വന്നാലും നമ്മൾ എഴുതണം. അതാണ് നമ്മൾ ത്രൂ ഔട്ട് ദ ചാപ്റ്റർ 1 ഷോട്ട് പഠിച്ച് ത്രൂ ഔട്ട് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. എവിടെ നിന്ന് എന്ത് പുതിയ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഫുൾ കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യും, ആൻസർ ചെയ്യും അല്ലെ. കോൺഫിഡൻസിന് ഒരു കുറവില്ല അല്ല കുറവുണ്ടാവാൻ പാടില്ല. അപ്പൊ നോക്ക്, സിൽവർ ആറ്റം ഹാസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ദി ഓർബിറ്റൽസ് ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഹൗ കെൻ യു സേ ദാറ്റ് ഇറ്റ്സ് എ ട്രാൻസിഷൻ എലമെന്റ്? എക്സൈറ്റഡ് സ്റ്റേറ്റ് കാണിച്ചു കൊടുക്കുക. സിൽവർ Ag എന്തായിട്ടിരിക്കും, Ag2+ ആയിട്ടിരിക്കും. അപ്പൊ നമ്മുടെ ക്രിപ്റ്റൺ ചേട്ടനെ എഴുതി, അതിനുശേഷം എന്ത് ചെയ്യും 5s നിന്നും ഒരു ഇലക്ട്രോൺ പോകും, 4d നിന്നും ഒരു ഇലക്ട്രോൺ പോകും. അപ്പൊ അത് 4d9 ആയിട്ട് ഇരിക്കും. So that എന്താണ്, it has incompletely filled dd orbitals, hence we can say it's a transition element. അതിന് incompletely filled ആയിട്ടുള്ള dd orbitals ഉണ്ട്. So that we can say that it's a transition element. സെറ്റ് ആണോ? സെറ്റ് ആണ്. ഇനി give reason questions ഒരുപാട് D&F എന്ന് ചോദിക്കുന്നുണ്ട്. Ionization enthalpy. Second ionization enthalpy of chromium is greater than that of manganese. See, give reason questions ഒക്കെ 1 മാർക്കിനാ ചോദിക്കുക. അപ്പൊ ടോട്ടൽ ഇതിന് എത്ര വരും? 3 മാർക്ക് വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ.
അപ്പൊ നോക്കാം, ഈ അയണൈസേഷൻ എൻതാൽപ്പിയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതി കൊടുക്കണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതി കൊടുത്തിട്ടാണ് അയണൈസേഷൻ എൻതാൽപ്പിയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതാം. അപ്പൊ നോക്കുക, ക്രോമിയം ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് മാംഗനീസ്. അതായത് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ക്രോമിയം ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് മാംഗനീസ്. ക്രോമിയം ഇസ് അറ്റോമിക് നമ്പർ 24. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ക്രോമിയത്തിൽ നിന്ന് എത്ര ഇലക്ട്രോൺസ് പോകണം? ഒരു ഇലക്ട്രോൺ പോയ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി, 2 ഇലക്ട്രോൺ പോയ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പൊ ക്രോമിയം എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആരെഴുതും? ആർഗൺ. 3Dയിൽ 5 ഇലക്ട്രോൺ, 4sൽ 1 ഇലക്ട്രോൺ. ക്രോമിയമായി അല്ലെ? ക്രോമിയമായി. ഇനി ക്രോമിയത്തിൽ നിന്ന് 2 ഇലക്ട്രോൺസ് പോണം അല്ലെ? എന്താണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ? ക്രോമിയത്തിൽ നിന്ന് 2 ഇലക്ട്രോൺസ് പോയിട്ട് Cr2+ ആകും. അപ്പൊ ആ സമയത്ത് എങ്ങനെയാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക? 3Dയിൽ 4 ഇലക്ട്രോൺസ് ആണ് വരിക അല്ലെ? ഇവിടെ നിന്ന് 1 ഇലക്ട്രോൺ പോയി, 5 ഇലക്ട്രോൺ പോയി, 3D 4. ഇനി മാംഗനീസിനെ എടുത്ത് നോക്കിക്കോളൂ. മാംഗനീസിന്റെ കേസ് വരുമ്പം എങ്ങനെയാ വരിക? Mn is atomic number 25 ആണ് മാംഗനീസ് എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പർ 25 ആണ് മാംഗനീസ്. സി, നമ്മൾ ആദ്യത്തെ 3D സീരീസിലുള്ള എല്ലാവരുടെ അറ്റോമിക് നമ്പർ പഠിച്ചിരിക്കണം. അവരുടെ അറ്റോമിക് നമ്പേഴ്സ് വേണമെങ്കിൽ എന്താ എക്സാമിന് തരാതിരിക്കാം. പക്ഷെ ഹയർ എലിമെന്റ്സിന് വരുമ്പം അറ്റോമിക് നമ്പർ തരാറുണ്ട് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. അപ്പൊ മാംഗനീസിന് എഴുതാൻ നേരത്തെ നമുക്കറിയാം ആർഗൺ വന്നു. 3Dയിൽ എന്ത് വരും? 3Dയിൽ 5 തന്നെ വരും, 4sൽ 2 വരും. അപ്പൊ ഈ മാംഗനീസ് Mn2+ ആവുന്ന സമയത്ത് മാംഗനീസിന് 2 ഇലക്ട്രോൺ 4s പോയാൽ മാംഗനീസിന് പ്രശ്നമുണ്ടോ? മാംഗനീസിന് ഒരു പ്രശ്നമില്ല, കാരണം അവൻ 3D 5 ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ 3D 5 ആയിട്ടിരിക്കുന്ന ക്രോമിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. അവൻ ഓൾറെഡി സ്റ്റേബിൾ ആയിട്ടിരിക്കുക. അപ്പൊ അവന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഒരു ഇലക്ട്രോണിനെ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹയർ എനർജി വേണം. സോ എന്താണ് ഇതിന്റെ റീസൺ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഇസ് ഡ്യൂ ടു extra stability of half-filled d orbitals അല്ലെ? half-filled ആയിട്ടുള്ള d subshell has got extra stability. അപ്പൊ അതുകൊണ്ടാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ക്രോമിയം is greater than that of manganese എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇതേപോലെ തന്നെയാണ് അടുത്ത കേസ് വരുന്നത്. അടുത്ത കേസ് നമ്മൾ എഴുതുകയാണെങ്കിൽ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് മാംഗനീസ് is greater than that of Fe. അപ്പൊ നമ്മൾ മാംഗനീസിന് ഓൾറെഡി എഴുതിയല്ലേ? അപ്പൊ മാംഗനീസിന്റെ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ Mn3+ ആവും. Mn 3 ഇലക്ട്രോൺസ് പോവും. അപ്പൊ നിങ്ങൾ നോക്കിക്കേ എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരും? ആർഗൺ കഴിഞ്ഞിട്ട് 3Dയിൽ 4 വരും. ഉറപ്പല്ലേ? തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്തായാലും കൂടുതലായിരിക്കും എന്ന് ഉറപ്പല്ലേ? കാരണം എന്താണ്? 3D 5 എന്നാണ് ഒരു ഇലക്ട്രോൺ പോണത്. 3D 4 ആവാനായിട്ട് മാംഗനീസ് സമ്മതിക്കൂ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇനി അടുത്ത ആൾ ആരെയാ പറഞ്ഞിരിക്കുന്നത്? അയണിയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അയണിന്റെയും കൂടി നമുക്ക് എഴുതി നോക്കാം. അയണിന്റെ എഴുതുകയാണെങ്കിൽ Fe is atomic number 26 ആണ്. അപ്പൊ ആർഗൺ വന്നു, then 4sൽ 2 ഇലക്ട്രോൺസ് വന്നു, 3Dയിൽ 6 ഇലക്ട്രോൺസ് വന്നു. അപ്പൊ ഈ ആർഗണിൽ നിന്ന് Fe എന്താവുകയാണ്? Fe3+ ആവുകയാണെങ്കിൽ ഇവൻ എന്ത് വരും? ആർഗൺ കഴിഞ്ഞ് 3Dയിൽ 5 ഇലക്ട്രോൺസ് വരും അല്ലെ? ആർഗൺ കഴിഞ്ഞ് 3Dയിൽ 5 ഇലക്ട്രോൺസ് വരും. സോ എന്താണ്? Fe ഹാപ്പിയാണ്. Feക്ക് ഒരു കുഴപ്പമില്ല. Fe അവന്റെ ഈ 3 ഇലക്ട്രോൺസ് അല്ലെ, 4s 2 3D 6 ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ അവൻ ഈസി ആയിട്ട് കുറച്ച് എനർജി കൊടുക്കുമ്പോഴത്തേക്ക് അവൻ എടുത്തോ, എനിക്ക് 3D 5 ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയും. പക്ഷെ Mn3+ കേസിൽ എങ്ങനെയാണ്? 3D 5 ആയിട്ടിരിക്കുന്ന Mn അടുത്ത് നമ്മൾ പോയിട്ട് ഒരു ഇലക്ട്രോണും കൂടി ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്കിപ്പോ 5 ഇലക്ട്രോൺ, ഞാൻ ഹാഫ് ഫീൽഡിൽ ഫുള്ളി സ്റ്റേബിൾ ആയിട്ടിരിക്കുകയാണ്, എന്റെ സ്റ്റെബിലിറ്റി നശിപ്പിക്കരുത് എന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി. എന്താണ് റീസൺ? ഹാഫ് ഫിൽഡ് d orbitals has got extra stability. അപ്പൊ ആദ്യത്തെയും രണ്ടാമത്തെയും റീസൺ എന്താണ്? ഹാഫ് ഫിൽഡ് ആയിട്ടുള്ളവൻ എന്തുണ്ട്? എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് റീസൺ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്ക്, സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് Cu is greater than that of zinc. സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി is greater. ആലോചിച്ചിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. സെക്കൻഡ് ആണ്. അപ്പൊ കോപ്പർ is 29 അല്ലെ? കോപ്പർ is 29. Copper is 29. Cu is 29 ആണ് കോപ്പർ. അപ്പൊ കോപ്പറിനെ എടുക്കുന്ന സമയത്ത് ആർഗൺ എഴുതി, 3Dയിൽ 10 ഇലക്ട്രോൺസ്, 4sൽ 1 ഇലക്ട്രോൺ.
സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണിനെയാണ് അത് എന്ത് ചെയ്യുന്നത്? രണ്ട് ഇലക്ട്രോണിനെയാണ് അത് വിട്ടുകൊടുക്കുന്നത്. അപ്പൊ Cu29 നിന്ന് 2 ഇലക്ട്രോൺ പോണം എങ്കിൽ നമുക്കറിയാം 3d10 ആണേ, 3d9 ആവണം. പ്രശ്നമല്ലേ? പ്രശ്നമാണ്. 2 ഇലക്ട്രോൺ പോകുമ്പോ 3d9 ആവണം. ഇനി ആരെ പറ്റിയ പറഞ്ഞിരിക്കുന്നത്? സിങ്കിന്റെ 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം സിങ്ക് ഇസ് അറ്റോമിക് നമ്പർ 30. സിങ്ക് ആർഗൺ വന്നു, ദെൻ 3d-യിൽ 10 ഉണ്ട്, 4s-ലും എന്തുണ്ട്? 2 ഉണ്ട്. 4s-ൽ 10 ഉണ്ട് എന്നൊക്കെ. 4s-ൽ എന്തുണ്ട്? 4s-ൽ 2 ഉണ്ട്. 2 ഇലക്ട്രോൺ സിങ്ക് പറയും എടുത്തു, എന്റെ 4s-ൽ 2 ഇലക്ട്രോൺ നിങ്ങൾ എടുത്തു, എനിക്ക് അധികം വലിയ എനർജിയുടെ ആവശ്യമൊന്നുമില്ല. അതെന്ത് ചെയ്യും? 4s-ലെ ഇലക്ട്രോൺസിന് തരും 3d10. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇതിന്റെ റീസൺ എന്താ? സെക്കൻഡ് അയണൈസേഷൻ എന്താ? റീസൺ എന്താ? fully filled d orbitals has got extra stability. So എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് എഴുതിയിട്ട് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതി കാണിച്ചിട്ട് fully filled d orbitals has got extra stability. അപ്പൊ അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി ഓഫ് കോപ്പർ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സിങ്ക് എന്ന് വരുന്നത് കേട്ടോ. ഓർത്ത് വെക്കുക. അപ്പം സിങ്കിൽ നിന്ന് 2 ഇലക്ട്രോൺസ് പോയി, അല്ലെ? സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ്. ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി കൊടുത്തപ്പോൾ അത് Cu+ ആയി, സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി കൊടുത്തപ്പോൾ അത് Cu2+ ആയി. അപ്പൊ Cu2+ എന്ന് പറയുന്നത് എന്താകും? അതിന്റെ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ മാറും. അതുകൊണ്ടാണ് അതിന് എന്തുള്ളത്? അതിന്റെ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി ഈസ് ഗ്രേറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. Some transition metal ions are given in the box. Choose the ions which are colored. കളർ കാണിക്കുന്ന ട്രാൻസിഷൻ മെറ്റൽ അയണുകൾ ആരാണ്? അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ് എടുത്തിരുന്ന സമയത്ത്, കളർ കാണിക്കണമെങ്കിൽ അവൻ എന്തുണ്ടാവണം? അവൻ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവണം. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവണം കളർ കാണിക്കാൻ. കളർ കാണിക്കണമെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവണം, അല്ലെ? അൺപെയർഡ് ആയിട്ട് സിംഗിൾ ആയിട്ടിരിക്കുന്ന സിംഗിൾ. ഓക്കെ, അപ്പൊ സിംഗിൾ ഇലക്ട്രോൺസ് വേണം. പെയറിംഗ് ഒന്നും ഇല്ലാത്ത സിംഗിൾ ആയിട്ടിരിക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവൻ എന്ത് കാണിക്കും? കളർ കാണിക്കും. ഓക്കെ, അപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് 2024 ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇവർ കണ്ടു അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, പക്ഷെ 3D സീരീസിന്റെ അറ്റോമിക് നമ്പർ തന്നില്ലെങ്കിലും നമ്മൾ എഴുതണം. ഓക്കെ, ഏത് ഉറക്കത്ത് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യണം? അറ്റോമിക് നമ്പേഴ്സ് അറിയണം. അപ്പൊ നോക്കുക, സ്കാൻഡിയം 3+ ആണ്. സ്കാൻഡിയം ഇസ് അറ്റോമിക് നമ്പർ 21. ആർഗൺ ചേട്ടനെ ഞാൻ എഴുതി. എന്നിട്ട് എന്ത് എഴുതണം? 21 അല്ലേ വരുന്നത്. അപ്പൊ 4s-ൽ എത്ര വരും? 4s-ൽ 2 എണ്ണം വരും, 3d-യിൽ 1 വരും, അല്ലെ? 3d-യിൽ 1, 4s-ൽ 2. സ്കാൻഡിയം 3+ ആയി. ആരായി? ആർഗണായി. പാഡ് ഇലക്ട്രോൺസ് അല്ലേ എല്ലാം? എല്ലാരും പാഡ് ഇലക്ട്രോൺസ് അല്ലേ? സോ സ്കാൻഡിയം 3+ കളർ കാണിക്കില്ല. ഓക്കെ, ഇവൻ കളർ കാണിക്കില്ല. ഇനി ടൈറ്റാനിയം 4+. അപ്പൊ ടൈറ്റാനിയം ഇസ് അറ്റോമിക് നമ്പർ എത്രയാ വരുന്നത്? ടൈറ്റാനിയം ഇസ് അറ്റോമിക് നമ്പർ 22. ആർഗൺ 3d-യിൽ 2, 4s-ൽ 2. ഓക്കെ, ഇനി ടൈറ്റാനിയം എന്തായിട്ട് മാറുകയാണ്? ടൈറ്റാനിയം എന്തായിട്ടാ മാറുന്നത്? ടൈറ്റാനിയം 4+ ആയിട്ടാ മാറുന്നത്. ടൈറ്റാനിയം 4+ ആയിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ആർഗൺ. ടൈറ്റാനിയവും കളർ കാണിക്കില്ല. ടൈറ്റാനിയവും എന്ത് ചെയ്യില്ല? കളർ കാണിക്കില്ല. അപ്പൊ ഇനിയിപ്പോ ടൈറ്റാനിയം 3+ ആണെങ്കിലോ? കാണിക്കും, അല്ലെ? ഇപ്പൊ നമ്മൾ ടൈറ്റാനിയം 4+ എഴുതിയപ്പോ നമുക്കറിയാം 3+ ആവുമ്പോ എന്ത് പറ്റും? ആർഗൺ. 4s-ന്ന് 2 ഇലക്ട്രോൺ പോയി, 3d-യിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺ, ഒറ്റയ്ക്കിരിക്കുന്ന ഇലക്ട്രോൺ, പെയറില്ലാത്തൊരു ഇലക്ട്രോൺ, സിംഗിൾ ആയിട്ടുള്ള ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അവൻ കളർ കാണിക്കും. ടൈറ്റാനിയം 3+ എന്ത് ചെയ്യും? കളർ കാണിക്കും. ഇനി Cr3+, ക്രോമിയം, നമ്മുടെ ക്രോമിയം ചേട്ടൻ. ക്രോമിയം ഇസ് അറ്റോമിക് നമ്പർ എന്താണ്? 24. ആർഗൺ 4s-ൽ 1, 3d-യിൽ 5. 3 ഇലക്ട്രോൺസ് പോണം. അപ്പൊ 4s-ന്ന് 1 പോയി, എന്ത് വരും? 3d 5-ൽ നിന്ന് 2 എണ്ണം പോയി, ടോട്ടൽ 3 എണ്ണം പോയി. അപ്പൊ ഇവിടെ എന്ത് വരും? 3d എന്ത് വരും? 5-ന്ന് 2 പോയി കഴിഞ്ഞാൽ എന്ത് വരും? 3. ആർഗൺ ക്രോമിയം എന്തായി? 3+ ആയി. ഇവനും എന്ത് ചെയ്യും? 3d-യിൽ 3 ഇലക്ട്രോൺസ്, അവനും കളർ കാണിക്കും. ആരും പെയറല്ല, അല്ലെ? ഇത് പെയറല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ബോക്സുകൾ വരയ്ക്കുക, പെട്ടിക്കടകൾ വരയ്ക്കുക. അപ്പം ഇവിടെ 1, 2, 3, 4, എത്ര പെട്ടി ഉണ്ടായിരുന്നു? എത്ര ബോക്സ് ഉണ്ടായിരുന്നു? 5 ബോക്സസാ. ഈ 5 ബോക്സിൽ പിരിക്കുന്ന ഇലക്ട്രോണുകൾ ഇങ്ങനെ ഒറ്റയ്ക്കാണ്. ഇവരെല്ലാം അൺപെയർഡ് ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയണത് എന്ത്? അവർ കളർ കാണിക്കും. ഒറ്റയ്ക്കിരിക്കുന്ന ഇലക്ട്രോൺസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാം. ഡി ഓർബിറ്റൽസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഒരു ഡി ഓർബിറ്റലിന്റെ ഉള്ളിൽ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? ട്രാൻസിഷൻ ചെയ്യാം.
അതുകൊണ്ടാണ് ഇവർ കളർ കാണിക്കുന്നത്. റീസൺ ചോദിച്ചിട്ടുണ്ട്, ഗിവ് റീസൺ ഫോർ ദ ഫോർമേഷൻ ഓഫ് കളേർഡ് അയൺസ് ബൈ ട്രാൻസിഷൻ മെറ്റൽസ്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരുന്നു? ആരൊക്കെ കളർ കാണിക്കുന്നത്? Ti3+ Cr3+ ആണ് എന്ത് ചെയ്യുന്നത്? കളർ കാണിക്കുന്നത്. റീസൺ എന്താ? ഡി ട്രാൻസിഷൻ. എന്താണ് റീസൺ? ഡി ട്രാൻസിഷൻ. റീസൺ ഇസ് ഡി ട്രാൻസിഷൻ. ഡി ട്രാൻസിഷൻ ആണ്. കളർ കാണിക്കാനുള്ള റീസൺ ഇസ് ഡി ട്രാൻസിഷൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ലന്തനോയിഡ് കോൺട്രാക്ഷൻ? ഗിവ് റീസൺ ഫോർ ഇറ്റ്. റൈറ്റ് എനി 2 കോൺസിക്വൻസസ്. റീസൺ എന്താണ്? റീസൺ പറയാ, കോൺസിക്വൻസസ്. അപ്പൊ നമുക്കറിയാം എന്താണ് ലന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ലന്തനോയിഡ്സിന്റെ സ്റ്റഡി ഡിക്രീസ് ഇൻ ദ സൈസ് ആണ് അല്ലെ. ദ സ്റ്റഡി ഡിക്രീസ് ഇൻ ദ സൈസ് ഓഫ് ദ ലന്തനോയിഡ് അയൺസ് വിത്ത് ഇൻക്രീസിങ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ഇവരുടെ സൈസ് കുറയുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലന്തനോയിഡ് കോൺട്രാക്ഷൻ. റീസൺ എന്താണ്? ഇറ്റ് ഇസ് എ ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ് ഓഫ് എഫ് ഇലക്ട്രോൺസ്. എഫ് ഇലക്ട്രോൺസിന്റെ ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ് ആണ്. നമ്മൾ നേരത്തെ ഡി ബ്ലോക്ക് എലമെന്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു സ്ക്രീനിങ് ഇഫക്റ്റ് വരുന്നത് എന്തുകൊണ്ടാണ്? ഡി ഓർബിറ്റൽസ് നല്ല രീതിയിൽ ഷീൽഡ് ചെയ്യും അല്ലെ. അപ്പം ഷീൽഡിംഗ് ഇഫക്റ്റ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? ഷീൽഡിംഗ് ഇഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് ഇഫക്റ്റ് ആർക്കാണ് കൂടുതൽ? സ്ക്രീനിങ് ഇഫക്റ്റ് ഡീനാണോ എഫിനാണോ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഡീനാണ്. അപ്പൊ എഫിന് ഈ ഷീൽഡിംഗ് ഇഫക്റ്റ് കുറവായതുകൊണ്ടാണ് ലന്തനോയിഡ്സിന് എന്ത് പറ്റുന്നത്? ഇവരുടെ സൈസ് കുറഞ്ഞു വരുന്നത്. എന്താ സംഭവം എന്ന് മനസ്സിലായോ? നമ്മൾ അറ്റോമിക് നമ്പർ കൂടി വരുമ്പോ എന്ത് സംഭവിക്കണം? ഇവര് വലിയ വലിയ ആറ്റംസ് ആയിട്ട് മാറണം അല്ലെ. ഹ്യൂജ് ആയിട്ട് സൈസ് കൂടി തടിയന്മാരായിട്ട് വരേണ്ടതാ. പക്ഷെ സൈസ് കുറഞ്ഞാണ് വരുന്നത്. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓർബിറ്റലിൽ ഇരിക്കുന്ന ഈ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യുന്ന അറിയോ? ന്യൂക്ലിയർ ചാർജിനെ ഈസി ആയിട്ട് പുറത്തേക്കൊക്കെ കടത്തിവിടും. ഡി ഓർബിറ്റൽസ് എങ്ങനെയായിരുന്നു? എല്ലാരെയും ഇങ്ങനെ എന്ത് ചെയ്യും? ഷീൽഡ് ചെയ്ത് വെക്കും. ഇമാജിൻ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡിന് കുറെ ഹോൾസ് വേണമെന്ന് വിചാരിക്കും. ബുള്ളറ്റ്സ് ഒക്കെ വന്ന് നമുക്ക് തറക്കില്ലേ? അതേപോലെ തന്നെ ഈ ഷീൽഡിംഗ് ഇഫക്റ്റ് എഫ് ഓർബിറ്റൽസിന് കുറവാണ്. കാരണം അവര് ഡിഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കുന്നത്. അതൊന്നും ഓർത്ത് എന്താണ് ഡിഫ്യൂസ്ഡ് സ്റ്റേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. നമുക്ക് ആകെ ഓർത്താ എന്ത് ഓർത്താ മതി? ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ് ഓഫ് എഫ് ഇലക്ട്രോൺസ് ആണ്. ഇവർക്ക് എന്താണ്? ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? ന്യൂക്ലിയർ ചാർജിന് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഔട്ടർ ഇലക്ട്രോൺസ് വരെ എത്താൻ പറ്റും. സോ ദാറ്റ് എന്ത് പറ്റും? സൈസ് കുറഞ്ഞു വരും. എഴുതിയല്ലോ. എന്താണെന്ന് എഴുതി, റീസൺ എഴുതി. ഇനി 3 കോൺസിക്വൻസസ് ഉണ്ട്, അതും കൂടി എഴുതണം. അപ്പൊ കോൺസിക്വൻസസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്ന അറിയും? തേർഡ് ട്രാൻസിഷൻ സീരീസിന്റെ അതേപോലെ തന്നെ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിന്റെയും റേഡിയസ് ഒരുപോലെ വരുന്നു. റേഡിയസ്, അറ്റോമിക് റേഡിയസ് ശരിക്കും എങ്ങനെയാണ്? ഒരേപോലെ വരാൻ പാടില്ല. പക്ഷെ സെക്കൻഡിന്റെയും തേർഡിന്റെയും റേഡിയസ് ഒരുപോലെ വരുന്നു ഡ്യൂ ടു എന്താ? ലന്തനോയിഡ് കോൺട്രാക്ഷൻ. രണ്ടാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അതിന് ഈ ലന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താന്ന് ചോദിക്കുന്ന പോലെ തന്നെ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത്. സിർക്കോണിയത്തിന്റെയും ഹാഫ്നിയത്തിന്റെയും അറ്റോമിക് റേഡിയസ് സെയിം ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാലും അതിന്റെ റീസൺ എന്താണ്? ലന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇവര് ഒരേ സൈസിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റും? ഇവരുടെ സെപ്പറേഷൻ ഡിഫിക്കൽട്ട്. അപ്പൊ ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസ് ഹാവ് സിമിലർ അറ്റോമിക് റേഡിയ. 2 എന്താണ്? അവരുടെ സെപ്പറേഷൻ ഡിഫിക്കൽട്ടി വരും അല്ലെ. സെപ്പറേഷൻ എന്ത് പറ്റും? ഡിഫിക്കൽട്ട് ആകും. നമ്മൾ ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുമ്പം അത് കുറച്ചും കൂടി എന്ത് പറ്റും? ഡിഫിക്കൽട്ട് ആവും ഇവർ ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട്. മൂന്നാമത്തത് എന്താണ്? ബേസിക് ക്യാരക്ടർ ഓഫ് ഹൈഡ്രോക്സൈഡ്സിന് എന്ത് സംഭവിക്കും? ബേസിക് ക്യാരക്ടർ ഓഫ് ഹൈഡ്രോക്സൈഡ്സ് എന്ത് സംഭവിക്കും? ഡിക്രീസസ്. എന്താണ് അത് ഡിക്രീസ് ചെയ്യുന്നത്? ബേസിക് ക്യാരക്ടർ ഡിക്രീസസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്ന് അറിയോ? അതായത് ഒരാള് നല്ല രീതിയിൽ ബേസിക് ആണ്, ബേസിക് ക്യാരക്ടർ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ അത് വേഗം OH- അയൻസിനെ നമുക്ക് തരണം. അപ്പോ ഈ അയൻസിന്റെ സൈസ് നമ്മുടെ ലന്താനം തൊട്ട് ലുട്ടീഷ്യം വരെ പോകുന്ന സമയത്ത്, La to Lu വരെ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ സൈസ് കുറഞ്ഞു വരുമ്പോൾ ഇവർ തമ്മിലുള്ള ബോണ്ടിങ് നല്ല സ്ട്രോങ് ആവും. മെറ്റൽ അയൻസിന്റെ സൈസ് കുറഞ്ഞു വരുമ്പോൾ അവര് എന്ത് ചെയ്യും? ഹൈഡ്രോക്സൈഡ്സ് OH ആയിട്ട് മേക്ക് ചെയ്യുന്ന ബോണ്ട് നല്ല രീതിയിൽ സ്ട്രോങ് ആവും. അപ്പം നമ്മൾ എന്ത് ചെയ്താലും ഇവർ വേഗം OH-നെ റിലീസ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവന്റെ ബേസിക് ക്യാരക്ടേഴ്സ് എന്ത് സംഭവിക്കും? ഡിക്രീസ് ചെയ്യും. അപ്പൊ 3 കോൺസിക്വൻസസ്, അത് 3 എഴുതി കൊടുക്കുക കേട്ടോ. 3 കോൺസിക്വൻസസ് 3 എഴുതി കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? ഫുൾ മാർക്സ് കിട്ടും. ഇവിടെ ക്വസ്റ്റ്യനിൽ ഇനി 2 കോൺസിക്വൻസസ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഓക്കെ, 3 എഴുതി സമയം കളയണമെന്നില്ല. ഇനി 2 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി 2 കൊടുത്താൽ മതി. ഇനിയിപ്പോ റൈറ്റ് ദ കോൺസിക്വൻസസ് എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? മുഴുവനും എഴുതണം. ഓക്കെ, മുഴുവനും എഴുതണം. ഇനിതാ ഏറ്റവും തവണ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത്.
നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ ചോദിക്കും. 2 പ്രിപ്പറേഷൻസും എന്താണെങ്കിലും ചോദിക്കും. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെയും KMnO4ന്റെ എന്താണ് പ്രിപ്പറേഷൻ ചോദിക്കും. അപ്പൊ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ നമുക്കറിയാം 3 സ്റ്റെപ്സ് ആണ് ഉള്ളത്. 3 സ്റ്റെപ്സ് എഴുതി കഴിഞ്ഞാലാണ് 3 മാർക്ക് കിട്ടുള്ളൂ. കെമിക്കൽ ഇക്വേഷനും എഴുതണം. വെറുതെ ഇങ്ങനെ സെന്റൻസ് വൈസ് എഴുതി കൊടുത്തിട്ട് കാര്യമില്ല, ഇക്വേഷനും കൂടി എഴുതിയാലാണ് കറക്റ്റ് ഫുൾ 3 മാർക്സ് അവിടെ വീഴുള്ളൂ. അപ്പൊ ഈ 3 സ്റ്റെപ്പ് എഴുതി കൊടുത്താൽ 3 മാർക്ക് കിട്ടി. നോക്ക, നമ്മൾ ആരെടുത്തു നിന്നാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാക്കുന്നത്? ക്രോമൈറ്റോറിൽ നിന്നാണ്. ക്രോമൈറ്റോർ എന്ന് പറഞ്ഞാൽ FeCr2O4 ആണ്. അതിലേക്ക് നമ്മൾ സോഡിയം കാർബണേറ്റ് ഒഴിച്ചു ഇൻ പ്രസൻസ് ഓഫ് എയർ. സോഡിയം കാർബണേറ്റ് നമ്മൾ ഒഴിച്ചു. ഓക്കെ ആണല്ലോ? സോഡിയം കാർബണേറ്റ് ഒഴിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സോഡിയം ക്രോമേറ്റ് കിട്ടി. യെല്ലോ സൊല്യൂഷൻ ആയിട്ടുള്ള സോഡിയം ക്രോമേറ്റിനെ കിട്ടി. ഈ സോഡിയം ക്രോമേറ്റിലേക്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡ്, ഒരു അസിഡിക് മീഡിയത്തിലാണ്, അപ്പൊ സൾഫ്യൂരിക് ആസിഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അസിഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓറഞ്ച് സോഡിയം ഡൈക്രോമേറ്റ് കിട്ടും. ഇപ്പൊ ആരെ കിട്ടി? സോഡിയം ഡൈക്രോമേറ്റിനെ കിട്ടി. ഈ സോഡിയം ഡൈക്രോമേറ്റിനെ നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? KCl വെച്ച് ട്രീറ്റ് ചെയ്യണം. ഈ സോഡിയം ഡൈക്രോമേറ്റിലേക്ക് കുറച്ച് KCl ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. സോഡിയം ഡൈക്രോമേറ്റിലേക്ക് KCl ആഡ് ചെയ്ത് കൊടുത്താൽ അത് എന്തായിട്ട് മാറും? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. 3 സ്റ്റെപ്സ് ആണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ്, ക്രോമൈറ്റോറിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്തു? സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്ത് കൊടുത്തു ഇൻ ഫ്രീ എക്സസ് എയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? യെല്ലോ സൊല്യൂഷൻ ഓഫ് സോഡിയം ക്രോമേറ്റ് കിട്ടി. അതിലേക്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുത്തപ്പോ നമുക്ക് സോഡിയം ഡൈക്രോമേറ്റ് കിട്ടി. അത് ഓറഞ്ച് കളർ ആണ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? KCl ആഡ് ചെയ്ത് കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടി. പ്രിപ്പയർ ചെയ്തു. ഇനി സിമിലർ ക്വസ്റ്റ്യൻ തന്നെ 2023 സേക്കും ചോദിച്ചിട്ടുണ്ട്. ലന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. Lanthanide contraction എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. Regular decrease in atomic and ionic radii of lanthanide series is known as lanthanide contraction. It is due to the poor shielding effect of F electrons and increasing in nuclear charge. അല്ലേ? F electrons ന്റെ shielding effect കുറഞ്ഞു വരികയാണ്, അതുപോലെ തന്നെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസും ചെയ്യുന്നുണ്ട്. രണ്ടും കൂടി ഇഫക്റ്റീവ്ലി ആവുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ സൈസ് കുറഞ്ഞു വരും. ഓക്കെ, ഇനി ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഇൻ KMnO4. KMnO4 മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. KMnO4 മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ കളർ KM എങ്ങനെയാണെന്നറിയോ കണ്ടുപിടിക്കാം? KMnO4 അല്ലെ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാംഗനീസിന്റെ. നമുക്കറിയാം കെയുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? K എപ്പോഴും +1 ആയിട്ടാണ് ഇരിക്കുക, ഓക്സിജൻ -2 ആയിട്ടാണ് ഇരിക്കുക. അപ്പൊ MNന്റെ കണ്ടുപിടിക്കണം. MN ഞാൻ +X കൊടുത്തു. X എന്നാണിത്, +X കൊടുത്തു. അപ്പൊ നമുക്കറിയാം ഒരാളുടെ ഓക്സിഡേഷൻ നമ്പേഴ്സ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടണം അല്ലെ? അപ്പൊ 1 + X. ഓക്സിജൻ എത്രയുണ്ട്? ഒരു ഓക്സിജന് -2, 4 ഓക്സിജൻ ഉണ്ട്. അപ്പൊ -2 × 4, 4 2s are 8, -8. ഇവരെല്ലാരും കൂടി എന്താണ്? 0. സം ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്കറിയാം എന്താ? 1 - 8 is -7, X - 7 is 0, X is equal to +7. അപ്പൊ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +7 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി നോക്കാം, ട്രാൻസിഷൻ എലമെന്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വൈ? Identify the element in 3D transition metal series that exhibits maximum number of oxidation states. Maximum oxidation state കാണിക്കുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ട്രാൻസിഷൻ എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? അവരുടെ N-1d ഓർബിറ്റലും NS ഓർബിറ്റൽസിലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് കമ്പയറബിൾ ആണ് അല്ലെ? നോക്ക്, ട്രാൻസിഷൻ എലമെന്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡ്യൂ ടു ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പെനൾട്ടിമേറ്റ് d ഇലക്ട്രോൺസ് along with valence s ഇലക്ട്രോൺ ഇൻ കെമിക്കൽ റിയാക്ഷൻ ബിക്കോസ് ഓഫ് ദർ കമ്പയറബിൾ എനർജീസ്. അപ്പൊ ഈ ഡിയും എസും രണ്ടുപേരും ഈ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവരുടെ എനർജി കമ്പയറബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താ? എനർജി ഡിഫറൻസ് വളരെ കുറവാണ്. കമ്പയറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത. അപ്പൊ വലിയ എനർജി ഡിഫറൻസ്, വലിയ ഭീകര ലാർജ് ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയ കമ്പയർ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് എസും പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഡിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇവർക്ക് ഒരുപാട് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എമംഗ് ദ ഫോളോയിങ് ട്രാൻസിഷൻ എലമെന്റ്സ് വിച്ച് വൺ ഹാസ് എ കംപ്ലീറ്റ്ലി ഫിൽഡ് d ഓർബിറ്റൽസ്? നോക്ക്, ഈ ക്വസ്റ്റ്യൻ മാർച്ച് 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആർക്കാണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള d ഓർബിറ്റൽസ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ
നമുക്ക് ഇവരുടെ അറ്റോമിക് നമ്പേഴ്സ് അറിയണം അല്ലെ, ഇവരുടെ അറ്റോമിക് നമ്പർ എങ്ങനെയാണ് വരുന്നത് എന്ന് അറിയണം. അപ്പൊ Ag ഈസ് അറ്റോമിക് നമ്പർ 47 ആണ്, ടൈറ്റാനിയം 22 ആണ്, മൊളിബ്ഡിനം 42 ആണ്. Ni ഈ ബ്രാക്കറ്റിൽ 1 കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ Ni+1 സ്റ്റേറ്റിലാണ്. ഓക്കെ, Ni+1 അല്ല, ഈ ബ്രാക്കറ്റിൽ 1 ഇസ് നോട്ട് Ni+1, ഇത് ഒരു മാർക്കാണ് കേട്ടോ. Ni+1 അല്ല, ഇറ്റ് ഇസ് എന്താണ്, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണത് എന്നാണ്, നോട്ട് +1. ഇറ്റ് ഇസ് ഒരു മാർക്ക് ക്വസ്റ്റ്യൻ, തെറ്റിദ്ധരിക്കരുത്. ഇറ്റ് ഇസ് ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കാണിക്കുന്നത്. ഓക്കെ ഓക്കെ, കാരണം ബ്രാക്കറ്റിൽ കൊടുക്കുന്ന 1 റോമനിലായിരിക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ വേണ്ട, വെറുതെ ഇങ്ങനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻസ് തന്നു വരുമ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിലില്ലേ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചോദിക്കാനുള്ള റീസൺ എന്താണെന്നറിയോ? നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, സിൽവറിന് 3D10 ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷെ എന്താണ് അത് ട്രാൻസിഷൻ എലമെന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതിനെ അവർ വേറെ രീതിയിൽ ചോദിച്ചിരിക്കണം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്കറിയാം സിൽവർ ഹാസ് ഗോട്ട് 3D10 ഇലക്ട്രോൺസ്. അപ്പൊ തന്നെ അറിയാം ഇതിൽ ഒരു ഓപ്ഷനേ ശരിയുള്ളൂ അല്ലെ. അപ്പൊ സിൽവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടിക്കിടാം. നമ്മൾ ആദ്യമേ അല്ലെ, നമ്മൾ ഡിസ്കഷൻ തുടങ്ങിയപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. സിൽവറിന് 3D10 ഉണ്ട്, എന്നിട്ട് സിൽവർ എന്തുകൊണ്ട് ട്രാൻസിഷൻ ആയിന്ന്. അപ്പൊ സിൽവർ നോക്കുമ്പോൾ 3D10 വന്നു, 5s2 വന്നു. ഇനി നിക്കലിന്റെ ഇവിടെ ഇത് ഉണ്ടാവുമല്ലോ, നിക്കൽ ഇസ് അറ്റോമിക് നമ്പർ 28 ആണ്. സോ ഇവിടെ എന്ത് വരും, ഇവിടെ 2 ഇലക്ട്രോൺസ് വരും അല്ലെ. ഇവിടെ 4sൽ 2 വരും, 3Dയിലും 8 വരും. അപ്പൊ ആർക്കാണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോൺസ് വരുന്നത്? സിൽവറിനാണ്. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാം സിൽവർ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കുമ്പോൾ അതിൽ അറ്റോമിക് നമ്പർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അറ്റോമിക് നമ്പർ അറിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമാകും. പക്ഷെ അറ്റോമിക് നമ്പർ സ്പെസിഫൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി നോക്ക്, ദ അറ്റോമിക് റേഡിയൈ ഓഫ്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ ഇതിന്റെ ആൻസർ, സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ആർ ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ. ജസ്റ്റിഫൈ. എന്തുകൊണ്ടാണ് സിർക്കോണിയത്തിന്റെയും ഹാഫ്നിയത്തിന്റെയും അറ്റോമിക് റേഡിയൈ ഐഡന്റിക്കൽ ആയത്? എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ? എന്താണ് അവരുടെ അറ്റോമിക് റേഡിയൈ ഐഡന്റിക്കൽ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത്? It is due to lanthanoid contraction അല്ലെ. Due to lanthanoid contraction the regular decrease. അപ്പം വെറുതെ it is due to lanthanoid contraction എന്ന് എഴുതരുത്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ അതിന്റെ റീസണും എഴുതി കൊടുക്കുക, എന്താണ് lanthanoid contraction, അതിന്റെ കാരണം എന്താണെന്നും കൂടി എഴുതി കൊടുക്കുക. കണ്ടോ, the regular decrease in the atomic radii line lanthanoid series is known as lanthanoid contraction. It is due to the poor shielding effect of f electrons and increase in nuclear charge എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ 2 മാർക്ക് നമുക്ക് കിട്ടി. 2 മാർക്സ് സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ കെൻ യു പ്രിപ്പയർ KMnO4 ഫ്രം MnO2? പൈറോലുസൈറ്റ് ഓറിൽ നിന്ന് എങ്ങനെയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യനിലേക്ക് വന്നു. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കുക? ഈസിയാണ്, 2 സ്റ്റെപ്പേ ഉള്ളൂ അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, പൊട്ടാസ്യം പെർമാംഗനേറ്റിലേക്ക്, അതായത് MnO2 അല്ലെ, MnO2ലേക്ക് നമ്മൾ KOH ആഡ് ചെയ്യും, മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും, ഇൻ പ്രസൻസ് ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ്സ് ലൈക്ക് KMnO4ന്റെ ഒക്കെ പ്രസൻസിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്ത് കിട്ടും? K2MnO4 കിട്ടും. ഈ K2MnO4 എന്തായിട്ട് മാറും? ഇത് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്തിട്ട് KMnO4 ആയിട്ട് മാറും. ഓക്കെ, K2MnO4 അസിഡിക് മീഡിയത്തിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? KMnO4 ആകും. മിസ് എങ്ങനെ ഇക്വേഷൻസ് പഠിക്കും? ഇക്വേഷൻസ് എങ്ങനെ പഠിക്കും? എന്തെങ്കിലും ഈസി മെത്തേഡ് ഉണ്ടോ? ഈസി ട്രിക്ക് ഉണ്ടോ? ഒരു ഈസി ട്രിക്കേ ഉള്ളൂ, എഴുതി പഠിക്കാം. ആദ്യം തന്നെ എന്ത് ചെയ്യുക, പറഞ്ഞു നോക്കുക, എന്നിട്ട് ഓർമ്മയിന്ന് എടുത്ത് എഴുതുക. ഓക്കെ, പറഞ്ഞു നോക്കുക, ഓർമ്മയിന്ന് എടുത്ത് എഴുതാൻ നോക്കുക, ഒരു 5 ടൈംസ് എഴുതി നോക്കാം. ഇത് ഈ എഴുതി പഠിക്കാന്ന് പറയുമ്പോഴേ, ഇന്നൊരു 5 ടൈംസ് എഴുതി നോക്കി, പിന്നെ നിർത്തി പോയി. ഇങ്ങനെയല്ല, നമ്മൾ ഇന്നൊരു 5 ടൈംസ് എഴുതി നോക്കി, അപ്പൊ നമുക്ക് മനസ്സിലാവും ഓക്കെ, ഇനിയിപ്പോ 5 ടൈംസ് എഴുതിട്ട് പിന്നെ ഓർക്കാത്തവർ എന്ത് ചെയ്യും, ഒരു 10 ടൈംസ് എഴുതി നോക്കാം. എന്നിട്ട് നാളെ എഴുതി നോക്കാം, മറ്റന്നാൾ എഴുതി നോക്കാം, ഒരാഴ്ച ത്രൂ ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എഴുതി നോക്കാം. ബിക്കോസ് ഇത് ഷുവർ ക്വസ്റ്റൻ ആണ്. അപ്പൊ കെമിസ്ട്രി നമ്മൾ അങ്ങനെ ചെയ്യേണ്ട. അപ്പൊ ഒരാഴ്ച ത്രൂ ഔട്ട് എഴുതി നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, പിന്നെ നമുക്ക് ഓർമ്മയിൽ നിൽക്കും. അപ്പൊ ബ്രെയിനിന്റെ കുറച്ച് മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്തു, ഷോർട്ട് ടേം മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി അത് ലോങ് ടേം മെമ്മറിയിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഒരാഴ്ച എഴുതി നോക്കി ഓർമ്മയിലുണ്ട്, നെക്സ്റ്റ് വീക്കിൽ എന്ത് ചെയ്യുക, ആഴ്ചയിൽ ഒരിക്കൽ എഴുതാം. അതിന്റെ അടുത്ത ആഴ്ചയിലോ ഒരിക്കലോ 2 തവണ എഴുതാം. അത് ഓരോരുത്തരുടെ മെമ്മറി അനുസരിച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ. പക്ഷെ ഈ ഒരു ട്രിക്ക് ഫോളോ ചെയ്യാം. പിന്നെ മാസത്തിൽ ഒരിക്കൽ എഴുതാം. അപ്പോഴത്തേക്ക് എക്സാം വരും അല്ലെ. അപ്പൊ എക്സാം വരും, പിന്നെ എക്സാമിന് എഴുതാം, അപ്പൊ ഫുൾ മാർക്ക് കിട്ടും. കണ്ടോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ലോങ് ടേം മെമ്മറിയിലേക്ക് എന്ത് ചെയ്യേണ്ടത്, ഓരോ ആൾക്കാരല്ല, കെമിക്കൽ റിയാക്ഷൻസിനെ കൺവേർട്ട് ചെയ്ത് എഴുതി വെക്കേണ്ടത്. ബിക്കോസ് കെമിക്കൽ കോമ്പൗണ്ട്സ് പോലെ കെമിസ്ട്രിയുടെ ഇക്വേഷൻസ് ഇസ് ഓൾസോ വോളറ്റൈൽ. എല്ലാം ആവിയായിട്ട് പോകും. ഞാൻ പറയുമ്പം 3 സ്റ്റെപ്സേ ഉള്ളൂ, എക്സാമിന് ഇരിക്കുമ്പോഴും 3 സ്റ്റെപ്സ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഓർക്കും അല്ലേ. പക്ഷെ സ്റ്റെപ്സ് 3 ഉള്ളൂ എന്നേ അറിയുള്ളൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. സോ എഴുതാം.
account for the following. Yes, transition metals are very good catalysts. Calculate the spin only magnetic moment. അടിപൊളി. നോക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ കാറ്റലിസ്റ്റ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടു അല്ലെ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദെയർ എബിലിറ്റി ടു അഡോപ്റ്റ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് ടു ഫോം കോംപ്ലക്സസ്. എഴുതി കൊടുത്തു. ഇനി M2+ അയോൺ അറ്റോമിക് നമ്പർ 27, അതായത് അറ്റോമിക് നമ്പർ 27 ആയിട്ടുള്ള ഒരാള്, അവനെ M എന്നാണ് ഇവര് വിളിച്ചിരിക്കുന്നത്. ഇനി അവൻ 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കണമെങ്കിൽ ചാടിക്കേറി അറ്റോമിക് നമ്പർ 27 2 ഇലക്ട്രോൺസ് കളഞ്ഞ് എഴുതരുത്, തെറ്റിക്കരുത്. ഗ്രൗണ്ട് സ്റ്റേറ്റ്, ആദ്യം ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, ആർഗൺ 4s 2 ഇലക്ട്രോൺ, 3d 7 ഇലക്ട്രോൺസ് ആണല്ലോ. ഇനി ഈ M 2+ ആവുന്നു, അതായത് 4s 2 ഇലക്ട്രോൺസ് പോയി. 3d ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ നമ്മൾ പെട്ടിക്കടകൾ വരച്ചാൽ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? ആരൊക്കെയാണ് ഒറ്റയ്ക്കിരിക്കുന്നത്, ആരൊക്കെയാണ് സിംഗിൾ ആയിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അപ്പൊ ഇവിടെ 1 2 3 4 5 6 7 അല്ലെ. ആദ്യം എല്ലാരും സിംഗിൾ ആയിട്ടിരിക്കും, പിന്നെയാണ് പെയർ ചെയ്യത്തുള്ളൂ അല്ലെ. അത് ഒരു റൂളാണ് അല്ലെ, റൂളാണ്, നമുക്കറിയാം, നമ്മൾ പഠിച്ചതാ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുന്നവർ ആരൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവർ 3 പേർ ഇവർ ഒറ്റയ്ക്കാണ് അല്ലെ, അവർ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ എന്താണ്, 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഒറ്റയ്ക്കിരിക്കുന്നവർ നമ്മൾ എന്നെ കണ്ടുപിടിച്ചത് എന്നിന്റെ വാല്യൂ ആണ്. n is equal to 3 അൺപെയർഡ് ഇലക്ട്രോൺസ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കണം, which is equal to mu. mu is equal to root of n into n+2. n എന്താണ് മിസ്? n എന്താണ് മിസ്? n is unpaired electrons. അപ്പൊ അൺപെയർഡ് ഇലക്ട്രോൺസ് എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പൊ root of 3 into 3+2 that is equal to root of 3 5s are 15, that is equal to root 15, which is equal to എത്ര വരും? 3.87. മാർക്ക് കിട്ടിയോ? മാർക്ക് കിട്ടിയോ? അത്ര എഴുതിയ ഫുൾ ക്വസ്റ്റ്യൻ ആയോ? ഇല്ല. മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ബോർ മാഗ്നറ്റോൺ എന്നുള്ള യൂണിറ്റും കൂടി എഴുതണം. ബോർ മാഗ്നറ്റോൺ എന്നുള്ളതാണ് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ബോർ മാഗ്നറ്റോൺ എന്നുള്ള യൂണിറ്റും കൂടി എഴുതി കഴിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? നിങ്ങൾക്ക് മാർക്സ് ഫുൾ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ. Which element in the 3D series exhibits a large number of oxidation state and why? ആരാണ് ഏറ്റവും അധികം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആരാണ് ഏറ്റവും അധികം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക? നമ്മുടെ മാംഗനീസ് ചേട്ടനാണ്. അറ്റോമിക് നമ്പർ 25 ആയിട്ടുള്ള മാംഗനീസ് ആണ് മോസ്റ്റ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. എന്തുകൊണ്ട് മാംഗനീസ് മോസ്റ്റ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാംഗനീസിന് എന്തുണ്ട്? മാംഗനീസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് എന്താണ് N&D ഇലക്ട്രോൺസ് മാംഗനീസിനാണ് വരുന്നത്. കാരണം മാംഗനീസിന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആർഗൺ കഴിഞ്ഞ് 3d 5ഉം 4s 2ഉം വരും അല്ലെ. അപ്പൊ ഈ 3d 5 ഇലക്ട്രോണും 4s 2 ഇലക്ട്രോണും അതിന് കൊടുത്തിട്ട് മാക്സിമം +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരെ ആർക്ക് കാണിക്കാം? മാംഗനീസിന് കാണിക്കാം. സോ മാംഗനീസ് ആണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് മാക്സിമം നമ്പർ ഓഫ് 3d and 4s ഇലക്ട്രോൺസ് മാക്സിമം നമ്പർ വരുന്നുണ്ട് അല്ലെ. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതിന്റെ ഷെല്ലിൽ ഇരിക്കുന്നുണ്ട്. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി കാണിക്കാത്ത ഒറ്റ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്ത സ്കാൻഡിയം ആണ്. ഏറ്റവും കൂടുതൽ കാണിക്കുന്ന മാംഗനീസ് ആണ്. +7 വരെ പോകും. ഇനി റൈറ്റ് എനി 3 ആപ്ലിക്കേഷൻസ് ഓഫ് D and F block elements. ഒബ്വിയസ്ലി കാറ്റലിസ്റ്റുകളായിട്ട് യൂസ് ചെയ്യും അല്ലെ. നമ്മൾ എന്ത് യൂസ് ചെയ്യും? എന്താ കണ്ടോ? വെനേഡിയം പെൻഡോക്സൈഡ്. V2O5 എന്താണ്? വെനേഡിയം പെൻഡോക്സൈഡ് ആണ്. ഇറ്റ് ഇസ് വെനേഡിയം പെൻഡോക്സൈഡ്. നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ എഴുതാം അയൺ എന്ന് പറയുന്നത് ഹേബേഴ്സ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട് കാറ്റലിസ്റ്റ് ആയിട്ട്. അതുപോലെ MnO2, സിങ്ക്, നിക്കൽ, കാഡ്മിയം ഒക്കെ ബാറ്ററി ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. TiO, ടൈറ്റാനിയം ഓക്സൈഡ് ഇസ് യൂസ്ഡ് ഇൻ പിഗ്മെന്റ് ഇൻഡസ്ട്രി. അപ്പൊ എന്ത് ചെയ്യാം? സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷനിൽ വെനേഡിയം പെൻഡോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. MnO2, സിങ്ക്, നിക്കൽ, കാഡ്മിയം ഒക്കെ ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ടൈറ്റാനിയം ഓക്സൈഡ് ഇസ് യൂസ്ഡ് ഇൻ പിഗ്മെന്റ് ഇൻഡസ്ട്രി. ഇത്രയും കാര്യങ്ങൾ എഴുതാം. ഇനി MnO4 minus and dash are formed by the disproportionation of MnO4 2 minus in acidic medium. See, ഇത് നമ്മളുടെ ആരുടെ പ്രിപ്പറേഷനിൽ നിന്ന് വരുന്നതാണ് അല്ലെ. നമുക്കറിയാം ഡിസ്പ്രപ്പോർഷൻ അല്ലെ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടാക്കുമ്പോൾ അവസാനത്തെ സ്റ്റെപ്പാ ചോദിച്ചിരിക്കുന്നത്. ആ സ്റ്റെപ്പ് ഒരു മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ അത്. അവസാനത്തെ സ്റ്റെപ്പ് ഇതാ ഈ സ്റ്റെപ്പാണ് ക്വസ്റ്റൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ MnO4 2 minus അല്ലെ. MnO4 2 minus ഇവിടെ ഇതെങ്ങനെയാ? ഈ കെന്ന് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ എഴുതും? MnO4 2 minus അസിഡിക് മീഡിയത്തിന്റെ പ്രസൻസിൽ എന്തായിട്ട് മാറും?
MnO4 മൈനസും അടുത്ത ആൾ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് ആരാണ്? MnO2 ആയിട്ട് മാറും. ഓക്കെ, MnO2 ആയിട്ട് മാറും. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. മാംഗനീസ് ഡയോക്സൈഡ് ആയിട്ട് മാറും. ഓക്കെ, ഓർത്തിരിക്കട്ടോ, നമ്മൾ ആ ഇക്വേഷൻസ് പഠിച്ചാൽ തന്നെ ഏത് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് പറ്റും. ഇനി ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ലന്തനോയിഡ് കോൺട്രാക്ഷൻ. വൈ? ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞിരുന്നു ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ലന്തനോയിഡ് കോൺട്രാക്ഷനേക്കാളും കൂടുതലാവണത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാല് നമ്മുടെ 4F ആയിട്ടുള്ള 4Fന്റെ നമ്മൾ പറഞ്ഞു ലന്തനോയിഡ് കോൺട്രാക്ഷൻ ഇസ് ഡ്യൂ ടു പുവർ ഷീൽഡിംഗ് ഇഫക്ട് ഓഫ് 4F അല്ലേ? 4Fന്റെ പുവർ ഷീൽഡിംഗ് ഇഫക്റ്റാ. ആക്ടിനോയിഡ്സിലേക്ക് വരുമ്പോൾ 5Fന്റെ പുവർ ഷീൽഡിംഗ് ഇഫക്റ്റാ. അപ്പൊ 4Fനെയും 5Fനെയും കമ്പയർ ചെയ്യുമ്പോൾ 5Fനാണ് കൂടുതൽ പുവർ. 5F ഒട്ടും ഷീൽഡ് ചെയ്യത്തില്ല, 4F പിന്നെ ഷീൽഡ് ചെയ്യും. അപ്പൊ ഒട്ടും ഷീൽഡ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറ്റും? ആക്ടിനോയിഡ്സിന്റെ കോൺട്രാക്ഷൻ ആയിരിക്കും ലന്തനോയിഡ്സിന്റെ കോൺട്രാക്ഷനേക്കാളും എന്ത് കൂടുതൽ. അപ്പൊ നോക്കിക്കേ, 5F in actinoids 5F orbitals are filled. These 5F orbitals have a poorer shielding effect than 4F orbitals. അപ്പം poorer ആയിട്ടുള്ള ഷീൽഡിംഗ് എഫക്റ്റ് ആണ് 4Fനേക്കാളും, അതായത് ലന്തനോയിഡ്സിനേക്കാളും. അപ്പൊ എന്താണ്? the effective nuclear charge experienced by electrons in valence shell in case of actinoids is much more than that experienced by lanthanoids. Hence the size contraction in actinoids is greater than that of lanthanoids. അപ്പൊ മെയിൻ കീ പോയിന്റ് എന്തായിരുന്നു? 5Fന് purer ഷീൽഡിംഗ് എഫക്റ്റ് ആണ് ദാൻ 4F. ഓക്കെ, റൈറ്റ്. ഇനി 3 characteristics of interstitial compounds. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി ബ്ലോക്ക് എലിമെന്റ്സ് interstitial compounds ഫോം ചെയ്യും. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് 3 characteristics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ നോൺ സ്റ്റോഷിയോമെട്രിക് ആണ്, നീദർ കോവാലന്റ് നോർ അയണിക് ആണ്. ഇതിൽ 4 ഏതെങ്കിലും എഴുതി കൊടുക്കുക. എന്താണ്? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, അതുപോലെ ഹാർഡ് ആണ്, അവർ മെറ്റാലിക് കണ്ടക്ടിവിറ്റി റീറ്റെയിൻ ചെയ്യും, അവരെന്താണ്? കെമിക്കലി ഇനർട്ട് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ് അയൺ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ക്രോമേറ്റിന്റെയും ഡൈക്രോമേറ്റിന്റെയും സ്ട്രക്ചർ വരച്ചു കൊടുക്കുക. അപ്പൊ ക്രോമേറ്റ് അയണിന്റെ സ്ട്രക്ചർ ഇസ് എന്താണ്? ക്രോമേറ്റ് അയൺ ഇസ് ടെട്രാഹൈഡ്രൽ. എല്ലാവരും ഈ അയണിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോഴേ ഈ ബ്രാക്കറ്റ്സ് ഇട്ട് 2- ചാർജ് കൊടുക്കാൻ മറന്നു കേട്ടോ. അപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങളുടെ മാർക്ക് കുറയ്ക്കാം. ബിക്കോസ് അപ്പൊ അത് ക്രോമേറ്റ് അയണിനെ അല്ലല്ലോ നിങ്ങൾ വരയ്ക്കണത്. അപ്പൊ അത് ശ്രദ്ധിക്കണം, വരച്ചു പഠിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. 2- ആണ്, ക്രോമേറ്റ് അയൺ ആണ്, CrO4 2- നമ്മൾ വരയ്ക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത്? ടെട്രാഹൈഡ്രൽ ആണ്. വരയ്ക്കുക. എന്താണ്? ഇറ്റ് ഇസ് ടെട്രാഹൈഡ്രൽ എന്ന് എഴുതുക, മാർക്ക് കിട്ടി. ഇനി അടുത്തത് എന്താ? ഡൈക്രോമേറ്റ് അയണിനെ വരയ്ക്കണം. അപ്പൊ ഡൈക്രോമേറ്റ് അയണിനെ വരയ്ക്കുമ്പോഴും എങ്ങനെയാണ്? നമ്മൾ 2 ടെട്രാഹൈഡ്രൽ ബ്ലോക്സിനെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ Cr ഉണ്ട്, ഇവിടെ ഒരു Cr ഉണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് 3 ഓക്സിജനെ ഇങ്ങനെ വരയ്ക്കും അല്ലെ? ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. ഇവിടെ നിന്ന് 3 ഓക്സിജനെ വരയ്ക്കും. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു ഓക്സിജനെ നമ്മൾ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? കുറച്ചും കൂടി പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി എന്ത് ചെയ്യാം? ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 126 ഡിഗ്രി ബോണ്ട് ആംഗിൾ നേടണം. ആ 126 ഡിഗ്രി കാണുമ്പോൾ തന്നെ ആൻസർ ഷീറ്റ് നോക്കുന്ന മിസ്സിന് മനസ്സിലാവും നിങ്ങൾ ഫുൾ സെറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബോണ്ട് ആംഗിളും എഴുതി. ഓക്കെ, ബോണ്ട് ആംഗിൾ 126 ഡിഗ്രി നമ്മൾ എഴുതി. അപ്പൊ ഇങ്ങനെ എന്ത് എഴുതും? ഡൈക്രോമേറ്റ് അയണിന്റെ സ്ട്രക്ചർ വരച്ചു. 2 ടെട്രാഹൈഡ്ര ഷെയറിംഗ് 1 കോർണർ വിത്ത് CrO-Cr ബോണ്ട് ആംഗിൾ ഓഫ് 126 ഡിഗ്രി എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്സ് അവിടെ വീണു. ഇനി ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഓർ ഓഫ് K2 Cr2O7 എന്ന് പറയുന്നത് അതിന്റെ ഓർ എന്തായിരുന്നു? ക്രോമൈറ്റ് ഓർ ആണ് അല്ലെ? ഇനി എന്താണ്? ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് അയൺ. ഇത് രണ്ടും നമ്മൾ ചെയ്തു. ഓപ്ഷൻ ബി അല്ലെ? അല്ല, ബി ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നോക്ക്, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ റിയാക്ഷൻ വിത്ത് K2 Cr2O7 acts as an ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ആസിഡിക് മീഡിയം. എല്ലാവരും അയ്യോ എനിക്കിത് പഠിക്കണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരു റിയാക്ഷൻസ്, കുറച്ചധികം റിയാക്ഷൻസ് ഉണ്ട്. ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കുന്ന എന്താ? പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് കാണിക്കുന്ന റിയാക്ഷൻസ് ഉണ്ട്, പഠിക്കണം. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് സുഖമായി. പക്ഷെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവര് അയോഡൈഡിനെ അയഡിൻ ആക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് Fe2+ Fe3+ ആക്കുന്നത്. ഓക്കെ,
Fe2+നെ Fe3+, അതായത് ഫെറസിനെ ഫെറിക് ആക്കുന്നത്, അല്ലെങ്കിൽ സൾഫൈഡിനെ സൾഫർ ആക്കുന്നത്, അല്ലെങ്കിൽ ടിന്ന് 2+നെ ടിൻ 4+ ആക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ചെയ്ത് ചോദിക്കാം. എന്താണെങ്കിലും എക്സാമിന് ഇത്തവണ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണെങ്കിലും ചോദിക്കും, എഴുതി പഠിക്കാം. ഇത് പഠിക്കാൻ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. There's a trick അല്ലേ? എല്ലാത്തിനും ഒരു ട്രിക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്കിതിൽ ഏതെങ്കിലും ഒരു റിയാക്ഷൻ എഴുതി കൊടുത്താൽ മതി. അപ്പൊ നമുക്കറിയാം, നമ്മൾ ആദ്യം എന്ത് എഴുതും? അയഡിനെ നമുക്ക് എന്തായിട്ടാ മാറ്റേണ്ടത്? അയഡിനെ അയഡൈഡ് ആക്കി മാറ്റണം അല്ലെ? എന്താ നടക്കുന്നത്? ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അയഡിൻ അയഡൈഡ് ആയി. ഇനി Fe2+ എന്തായിട്ട് മാറും? Fe3+ ആയിട്ട് മാറും. S2- എന്തായിട്ട് മാറും? സൾഫർ ആയിട്ട് മാറും. സൾഫൈഡ് സൾഫർ ആയിട്ട് മാറും. SN2+, ടിൻ 2+ എന്തായിട്ട് മാറും? SN4+ ആയിട്ട് മാറും. ഓക്കെ, അങ്ങനല്ലേ സംഭവിക്കുന്നത്. ഇനി ഇതാരാ ഇങ്ങനെ മാറ്റുന്നത്? ആരാണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്? Cr2O7 ആണ് നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഈ മാറ്റുന്നതിന് നമുക്ക് എടുത്തെഴുതാം. ആരാണ് മാറ്റുന്നത്? Cr2O7 2- പ്രസൻസിലാണ് മാറുന്നത്. Cr2O7 2-, Cr2O7 2-, Cr2O7 2-. ഇവനാണ് മാറ്റുന്നത്. ഇനി എന്ത് മീഡിയത്തിലാ മാറുന്നത്? അസിഡിക് മീഡിയത്തിലാണ് മാറുന്നത് അല്ലെ? അസിഡിക് മീഡിയത്തിലാണ് മാറുന്നത്. സോ പ്ലസ് എന്ത് ചെയ്യണം? H+ കൊടുക്കണം അല്ലെ? H+ കൊടുക്കണം എല്ലാത്തിലും. കാരണം അസിഡിക് മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇത്രയും എല്ലാവർക്കും എഴുതാലോ? ഇത്രയും എല്ലാവർക്കും എഴുതാം. ഇത് എഴുതാൻ ആർക്കും കൺഫ്യൂഷൻ ഇല്ല. ഇത്ര എഴുതുന്നതിൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ല. ഇത്രയും എല്ലാവർക്കും എഴുതാൻ പറ്റും. ഇനി നമുക്ക് എന്തൊക്കെ ആൾക്കാർ ഉണ്ടാകുന്നുണ്ട് അല്ലെ? ഇനി നമുക്കറിയാം ഈ Cr2O7 2- എപ്പോഴും Cr3+ ആയിട്ടാണ് മാറുന്നത് എന്ന് ഓർത്തിരിക്കാം. Cr3+ ആയിട്ടാണ് മാറുന്നത്. Cr3+ ആയിട്ടാണ് മാറുന്നത്. ഇനി നമുക്ക് എന്തറിയാം? ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് വാട്ടർ ആയിട്ട് മാറും. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് എന്തായിട്ട് മാറും? വാട്ടർ ആയിട്ട് മാറും. അപ്പൊ അതും കൂടി എഴുതി കൊടുക്കാം. H2O. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ആയിട്ട് കൺവേർട്ട് ആയി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയോ? ബാലൻസ് ചെയ്യണം അല്ലെ? ബാലൻസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ലോസിനെ വയലേറ്റ് ചെയ്യും അല്ലെ? അപ്പൊ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് അറിയോ? ഈ ബാലൻസ് ചെയ്യുന്ന ഒരുപാട് പേര് ഇക്വേഷൻ പഠിക്കും. എന്നിട്ട് കുറച്ച് ഒരു ഓവർ കോൺഫിഡൻസിൽ ഇക്വേഷൻ അറിയാലോ? 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ആദ്യത്തെ ആൾക്കാർ കോൺഫിഡന്റ് ആയിട്ട് ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാതെ എഴുതും. മാർക്ക് കളയാട്ടോ. ബാലൻസ് ചെയ്യാണ്ട് ഇക്വേഷൻസ് എഴുതിയ ഫുൾ മാർക്ക് തരണമെന്നൊന്നുമില്ല, മാർക്ക് കളയാം. ഓക്കെ. അപ്പൊ പിന്നെ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആൾക്കാർ എന്തായിരിക്കും? അവര് ബാലൻസ് ചെയ്തിട്ട് എഴുതും. മൂന്നാമത്തെ കാറ്റഗറി അവർ ഇക്വേഷൻസ് എഴുതില്ല. അത് വേണ്ട, 2 കാറ്റഗറി മതി. അപ്പൊ ഒരാൾ ബാലൻസ് ചെയ്യാതെ എഴുതും, ഒരാൾ ബാലൻസ് ചെയ്തെഴുതും. അപ്പൊ നമ്മൾ ബാലൻസ് ചെയ്തെഴുതുന്ന ഫുൾ പ്രോപ്പർ ആയിട്ട് എഴുതുന്ന ആൾക്കാരാണ്. അപ്പൊ നോക്കുക, ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? അല്ല, മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവർക്ക് ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് പോകും. എന്നിട്ട് ഇവർ എന്ത് ചെയ്യുന്നറിയോ? എക്സാം ഹോളിൽ ഇരുന്ന് ബാലൻസ് ചെയ്യാം എന്നുള്ള ആ ഒരു ഓവർ കോൺഫിഡൻസ് കാണിക്കുന്ന ആൾക്കാർ. അങ്ങനെ ആവരുത് നിങ്ങൾ. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പാനിക് ആയിരിക്കും. അപ്പൊ ഇരുന്ന് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ 1ഉം 2ഉം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. സോ ബാലൻസ് ചെയ്ത് പഠിക്കാം. ഇങ്ങനത്തെ ഇക്വേഷൻ ഒക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ബാലൻസ് ചെയ്ത് പഠിക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, അയഡിന് 6 അയണിനും 6 ഇതിന് രണ്ടിനും 3 ഈ വാല്യൂ ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ആണ്. അയഡിനും 6 ബാക്കി 2 3 അതായത് S വെച്ച് തുടങ്ങുന്ന 2 പേർക്കും എന്താണ്? 3 വരുന്നത്. ഇനി Cr2O7 2- ഒന്നും നമ്പർ ഇല്ല. ഇനി ഹൈഡ്രജൻ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും 14H+ ഉണ്ട്. ഇനി എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. ഇവിടെ 2 ക്രോമിയം, ഇവിടെ 3, ഇവിടെ 6I- ആണെങ്കിൽ ഇവിടെ I2 ഉണ്ട്. അപ്പൊ ഇവിടെ 3 വരും. ഇവിടെ 6 Fe2+ ആണെങ്കിൽ ഇവിടെ ഒരു 6 വരും. ഇവിടെ 3s ആണെങ്കിൽ ഇവിടെയും ഒരു 3s വരും. ഇവിടെ 3sn ആണെങ്കിൽ ഇവിടെ ഒരു 3sn വരും. ക്രോമി എല്ലായിടത്തും 2 വെച്ചിട്ടുണ്ട്. 2 കൊടുത്തോ. എല്ലാവർക്കും 2 കൊടുക്കാം. H+ 14 ഉണ്ട്. അതിന്റെ പകുതിയല്ലേ H2O വരുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് വരും? 7 7 7 7.
സിമ്പിൾ അല്ലേ? ഇനി ഇക്വേഷൻസ് നിങ്ങൾ അറിയില്ല, ചെയ്യാൻ കിട്ടില്ല, അല്ലെങ്കിൽ പഠിക്കണ്ട, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് വിടുവോ? ഇല്ല. ഈസി ആയിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് എഴുതാൻ പഠിച്ചു. അപ്പൊ എപ്പോഴും എന്ത് കെമിക്കൽ ഇക്വേഷൻസ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്ത് എഴുതണം? ബാലൻസ് ചെയ്ത് എഴുതണം കേട്ടോ. നമ്മൾ +2 എത്തി, നമുക്ക് ബാലൻസ് ചെയ്ത് എഴുതണം. 10th സ്റ്റാൻഡേർഡിലൊക്കെ ആണെങ്കിൽ പിന്നെയും നിങ്ങൾ ബാലൻസ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും പറയില്ല. പക്ഷെ എന്നാലും ഇപ്പൊ തൊട്ട് അതും ബാലൻസ് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നമാണ് അല്ലേ? നിങ്ങൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ വയലേറ്റ് ചെയ്യാണ്, പാടില്ല. അപ്പൊ ഇനി നോക്കുക, ഗിവൻ എക്സാമ്പിൾ ഓഫ് എ റിയാക്ഷൻ. സെയിം തന്നെ നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? ആദ്യം പഠിച്ചത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആക്ടിങ് ആസ് എൻ ഓക്സിഡൈസിങ് ഏജന്റ് ആയിരുന്നു. ഇനി KMnO4 ആക്ടിങ് ആസ് എ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ അസിഡിക് മീഡിയത്തിന്റെ ഇക്വേഷൻസും ഇതേപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ നോക്കുക എങ്ങനെയാ നമ്മൾ എഴുതുക എന്ന് വെച്ചാൽ, ഇവിടെ ഓക്സലേറ്റിനെ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കുന്നുണ്ട്. അപ്പൊ ഓക്സലേറ്റ് എന്ന് പറഞ്ഞാൽ C2O4 2- CO2 ആക്കി മാറ്റുന്നുണ്ട്. C2O4 2- CO2 ആക്കി മാറ്റുന്നുണ്ട്. അതേപോലെ NO2- NO3 ആക്കി മാറ്റുന്നുണ്ട്. SO3 2- SO4 ആക്കി മാറ്റുന്നുണ്ട്. Fe2+ Fe3+ ആക്കി മാറ്റുന്നുണ്ട്. MnO4- നോട്ട് MnO4- അയഡിനെ ഞാനിവിടെ വിട്ടുപോയി. അയഡിനെ അയഡിൻ ആക്കി മാറ്റുന്നുണ്ട് അല്ലെ? Iodide is converted into iodine. Iodide is converted into iodine. ഈ ഇക്വേഷൻസും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. എങ്ങനെയാ നോക്കാം. നമ്മൾ ആദ്യം എന്ത് എഴുതി? C2O4 2- CO2 ആക്കി അല്ലെ? അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതും, C2O4 2- C2O4 2- നമ്മൾ എന്തായിട്ട് മാറ്റി? CO2 ആക്കി മാറ്റി. അപ്പൊ C2O4 2- CO2 ആക്കി മാറ്റി. ഇനി NO2- നമ്മൾ എന്താക്കി മാറ്റി? NO3- ആക്കി മാറ്റി. ഇനി അടുത്തതിൽ എങ്ങനെയാ? SO3- നമ്മൾ എന്താക്കി മാറ്റി? SO4- ആക്കി മാറ്റി. അടുത്തത് എങ്ങനെയാ? Fe2+ നമ്മൾ എന്താക്കി മാറ്റി? Fe3+ ആക്കി മാറ്റി. ഇനി I- നമ്മൾ എന്താക്കി മാറ്റി? I2 ആക്കി മാറ്റി അല്ലെ? ഇനി നേരത്തെ പോലെ സെയിം കഥകൾ എഴുതി കൊടുക്കുക. ആരാണ് ഇങ്ങനെ മാറ്റുന്നത്? MnO4- ആണ്. അപ്പൊ എല്ലാവരുടെ അടുത്തും എന്ത് എഴുതി കൊടുക്കുക? MnO4- എല്ലാവർക്കും എഴുതി കൊടുക്കുക. എല്ലാവർക്കും MnO4- എഴുതി കൊടുക്കുക. MnO4- എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്തു? എഴുതി കൊടുത്തു അല്ലെ? MnO4- എല്ലാവർക്കും എഴുതി കൊടുത്തു അല്ലെ? ഇനി ഇത് ഏത് മീഡിയത്തിലാണ് നടക്കുന്നത്? ഇറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ അസിഡിക് മീഡിയം. അപ്പൊ എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്തു? H+ ആഡ് ചെയ്ത് കൊടുത്തു അല്ലെ? എല്ലാത്തിലും H+ ആഡ് ചെയ്ത് കൊടുത്തു. അസിഡിക് മീഡിയത്തിൽ നടക്കുന്നതുകൊണ്ട് എല്ലാത്തിലും H+ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അവിടെ ക്രോമിയം അല്ലെ? Cr ഇവിടെ എന്തായിരുന്നു? Cr2O7 2- Cr3+ ആവുന്നുണ്ടെങ്കിൽ ഇവിടെ MnO4- Mn2+ ആയിട്ടാണ് മാറുന്നത് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം? മനസ്സിൽ വെക്കാം. അത് ഓർത്തു വെക്കണം അല്ലെ? അതിന് ട്രിക്ക് ഉണ്ടോ? അത് ഓർത്തു വെക്കാം. ഓർത്തു വെച്ചു അല്ലെ? ഇനി എന്ത് ചെയ്താൽ മതി? ബാലൻസ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഇവിടെ ഓക്സലേറ്റിലേക്ക് വരുമ്പം ഇവിടെ 5 ഓക്സലേറ്റ് ആണുള്ളത്, ഇവിടെ 5 NO2- ആണുള്ളത്, ഇവിടെ 5 SO3- ആണുള്ളത്, ഇവിടെ 5 Fe. ആദ്യത്തെ 4 പേരും 5 ദെൻ അയഡൈഡ് മാത്രം എങ്ങനെയാണ് വരുന്നത്? 10 വരുന്നുണ്ട്. അയഡൈഡ് മാത്രം എന്ത് വരുന്നുണ്ട്? 10 വരുന്നുണ്ട്. ഓക്കെ, ഞാൻ നിൽക്കുന്നുണ്ട് കാണുന്നില്ലേ? അയഡൈഡ് മാത്രം എന്ത് വരുന്നുണ്ട്? 10 വരുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ വന്ന് ഇനി എന്ത് ചെയ്യണം? H2 ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ? അപ്പൊ H2 എല്ലാ സ്ഥലത്തും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം H+ ആഡ് ചെയ്യുന്ന സമയത്ത് ആലോചിക്കുക, എല്ലാവർക്കും 16 H+ ഉണ്ട് അയണിന് ഒഴിച്ച്. ഓക്കെ, അയണിന് ഒഴിച്ച്. ഇനി MnO4 എല്ലാവർക്കും 2 വെച്ചുണ്ട് അയണിന് ഒഴിച്ച്. അപ്പൊ അയണിന് വെറും MnO4 ആണ്, അയണിന് 6 H+ ആണ്. അയണിന് 8 H+ ആ വരുന്നത്. അയണിന് 16 H+ വരുന്നില്ല, 8 H+ വരുന്നുള്ളൂ. അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി? നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ അങ്ങ് ബാലൻസ് ചെയ്താൽ മതി അല്ലെ? ഇവിടെ 5 C2 ഉണ്ടെങ്കിൽ ഇവിടെ 10 ആക്കണം, കാർബൺ 10 ആവാൻ. ഇവിടെ 5 NO2- ആണെങ്കിൽ ഇവിടെ 5, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5, ഇവിടെ 10 I- ആണെങ്കിൽ ഇവിടെ 5 I2. ഇവിടെ ഉള്ള H+ന്റെ പകുതി H2. ബാലൻസ്ഡ് ആയല്ലോ? സിമ്പിൾ ആണല്ലോ? അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്ത് കൊടുത്തു. സിമ്പിൾ അല്ലെ? അപ്പൊ എന്ത് എഴുതണം? നിങ്ങൾ ഒരു 2-3 ടൈംസ് എഴുതി നോക്കണം. ഞാനിപ്പോ പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ നമ്മൾ എഴുതി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എവിടെയാ സ്റ്റക്ക് ആവുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ലന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. ലന്തനോയിഡ്സും ആക്ടിനോയിഡ്സും തമ്മിലുള്ള 3 ഡിഫറൻസസ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിയും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിയും. ലന്തനോയിഡ്സും ആക്ടിനോയിഡ്സും തമ്മിലുള്ള 3 ഡിഫറൻസസ്, അതായത് നമുക്ക് ടോട്ടൽ 5 ഡിഫറൻസസ് ഉണ്ട്, എല്ലാം നമുക്ക് പഠിക്കാം.
അതായത് നമ്മൾ പറഞ്ഞു ലാന്തനോയിഡ്സിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. കൂടാതെ അവർ ഏതൊക്കെ കാണിക്കും? +2ഉം +4ഉം കാണിക്കും. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്, പക്ഷെ +2ഉം +4ഉം കാണിക്കും. ഇവിടെയും +3 അല്ലാതെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള 4, 5, 6, 7 കാണിക്കും. അതുപോലെ എന്താണ് +2 ഭയങ്കര റെയർ ആണ്, കാണിക്കില്ല. ഇവർക്ക് എന്താ? ഇവർ കോംപ്ലക്സ് ഫോർമേഷന് സ്മോൾ ടെൻഡൻസി ഉള്ളൂ. ഇവർക്ക് എന്തുണ്ട്? സ്ട്രോങ്ങർ ടെൻഡൻസി ഉണ്ട്. ഇവരെന്ത് ചെയ്യില്ല? ഓക്സോ അയോൺസ് ഫോം ചെയ്യില്ല, പക്ഷെ ഇവരെന്ത് ചെയ്യും? ഓക്സോ അയോൺസ് ഫോം ചെയ്യും. ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സോ അയോൺസ് ഫോം ചെയ്യും. ഇവരെന്താണ്? നോൺ റേഡിയോ ആക്റ്റീവ് ആണ്. ഇവരെന്താണ്? ആക്ടിനോയിഡ്സ് എല്ലാവരും റേഡിയോ ആക്റ്റീവ് ആണ്. ലാന്തനോയിഡ്സ് എങ്ങനെയാണ്? ലെസ് ബേസിക് ആണ്. ഇവരെങ്ങനെയാണ്? മോർ ബേസിക് ആണ്. ലെസ് ബേസിക്, മോർ ബേസിക്. അപ്പൊ ഈ ഒരു ടേബിളും കൂടി ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെറ്റ് ആണ് ഫുള്ള്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? നമ്മുടെ D and F ബ്ലോക്ക് എലമെന്റ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് പ്ലസ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ D and F ബ്ലോക്ക് എലമെന്റ്സ് ഫുൾ സെറ്റ് ആയിട്ട് പഠിച്ചു. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്റേഴ്സിന്റെ 1 ഷോട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. താങ്ക് യു എവ്രി വൺ.